നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിന് പിന്നാലെ തെരുവിൽ കൊമ്പുകോർക്കുകയാണ് കോൺഗ്രസും CPM-ഉം. ഒന്നാം പ്രതിയായ പ്രതിപക്ഷ നേതാവ് സതീശൻ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. രാഹുൽ രക്തം കട്ടപിടിക്കുന്ന രോഗമുണ്ടെന്ന് വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെന്ന് ഗോവിന്ദൻ ആരോപിച്ചു. ഗോവിന്ദൻ സ്ഥിരമായി വിവരക്കേട് പറയുന്ന ആളാണെന്നും ഇവരൊക്കെയാണല്ലോ പാർട്ടിയെ നയിക്കുന്നതെന്നും VD സതീശൻ തിരിച്ചടിച്ചു. കന്റോൺമെന്റ് SHOയെ പേരെടുത്ത് പറഞ്ഞ് വെല്ലുവിളിച്ചായിരുന്നു ഇന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. അറസ്റ്റ് പട്ടികയിൽ അടുത്തതാര്? പ്രതിപക്ഷ നേതാവിനെയും അറസ്റ്റ് ചെയ്യുമോ? സമരം ചെയ്യാൻ കോൺഗ്രസിന് ഗോവിന്ദൻ മാഷിന്റെ ക്ലാസ് വേണോ? അറസ്റ്റ് പ്രതിപക്ഷത്തെ ഉണർത്തിയോ? ഈ ചർച്ചയിൽ ശ്രീ VK സനോജ് CPM, ഡോക്ടർ ജിൻഡോ ജോൺ കോൺഗ്രസ് എന്നിവർ. ചെറിയൊരു ഇടവേള, അതിനുശേഷം ചർച്ചയിലേക്ക്. ആദ്യം ശ്രീ VK സനോജ്, ഇന്ന് VD സതീശൻ പറഞ്ഞ ഒരു വാചകം, ഈ അറസ്റ്റ് യുവ ചൈതന്യത്തെ ഉണർത്തി എന്നതാണ്. UDYF-ഉം അവരുടെ സമര പരിപാടി സെക്രട്ടേറിയറ്റ് മുതൽ രാജ്ഭവൻ വരെയുള്ള മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് UDF-ന്റെ യുവജന സംഘടനകളെയും വിദ്യാർത്ഥി സംഘടനകളെയും ഒക്കെ ഊർജ്ജസ്വലമാക്കുന്ന തരത്തിൽ അവരെ ഒന്ന് ബൂസ്റ്റ് ചെയ്യണം എന്നൊരു പ്രത്യേക താല്പര്യം കേരള പോലീസിലെ ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ? ഇവിടെ നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു സ്റ്റേറ്റിൽ സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമം മാത്രമാണ് ഈ അറസ്റ്റ്. അപ്പോൾ ഈ അറസ്റ്റിനെ എന്തോ ഒരു മഹാസംഭവമാക്കിയിട്ടാണ് നിങ്ങളുൾപ്പെടെയുള്ള നിങ്ങൾ പ്രദാനം ചെയ്യുന്ന മാധ്യമങ്ങൾ വളരെ കൊണ്ടുപിടിച്ച ഒരു ആഘോഷമായി ഇത് നടത്തുന്നത്. എന്താണ് ഇതിന് പിന്നിലെ താല്പര്യം എന്ന് വളരെ കൃത്യമായും പരിശോധിക്കേണ്ടതുണ്ട്. ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതാവിനെ കേരളത്തിൽ ആദ്യമായിട്ടാണ് അറസ്റ്റ് ചെയ്യുന്നത്. ഇതിനേക്കാൾ ഭീകരമായിട്ടുള്ള എത്രയെത്ര പോലീസ് വേട്ടയും അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആ ഭൂതകാലം, ആ ചരിത്രമെല്ലാം മറച്ചു വെച്ചിട്ട് ഇപ്പോൾ രാഹുലിനെ അറസ്റ്റ് ചെയ്തത് ഈ ഇന്ത്യയിലെ ആദ്യത്തെ സംഭവമായി അവതരിപ്പിക്കുന്നത് അത് വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ താല്പര്യത്തോടെയാണ്. ഇത് ഇന്ത്യയിലെയോ കേരളത്തിലെയോ ആദ്യത്തെ സംഭവമല്ല ശ്രീ സനോജ്. പുതിയ കാലമല്ലേ, ഓരോ കാര്യങ്ങളുടെയും വിഷ്വൽസ് ആക്ഷൻ പാക്ഡ് ആയിട്ട് ജനങ്ങളിലേക്ക് എത്താനുള്ള സംവിധാനമുള്ള കാലമാണ്. അതുകൊണ്ട് 1990-ലെ വിദ്യാർത്ഥി സമരത്തിൽ അങ്ങനെ ചെയ്തില്ലേ, അന്നേരം TV ചർച്ച ഉണ്ടായിരുന്നു ചോദിക്കുന്നതിന് കാര്യമില്ല. രണ്ടാമത്തേത് നോക്കൂ, ഇവിടെ ഒരു യുവജന നേതാവ് കേസിൽ പ്രതിയാവുക എന്ന് പറയുന്നത് സാധാരണ കാര്യമാണ്. സമരത്തിന്റെ പേര് 1990 പോണ്ട. അല്ലല്ല, നിങ്ങൾ കഴിഞ്ഞ ഒരു 10 ദിവസം മുന്നേ തൃശ്ശൂരിലെ SFIയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള സാന്ദ്ര ബോസിനെ പുലർച്ചയ്ക്ക് 4 മണിക്ക്, ഒരു പെൺകുട്ടിയാണ്, ഓർമ്മിക്കണം, ഈ കേരള പോലീസ് തന്നെ വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പെൺകുട്ടി ജയിലിൽ അടക്കപ്പെട്ടിട്ടുണ്ട്. ആ പെൺകുട്ടി ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ പെൺകുട്ടിയുടെ അമ്മ പോയിട്ട് മാലയിട്ട് കൊടുക്കുന്ന ഒരു വീഡിയോ ദൃശ്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോഴൊന്നും ഒരു ആവേശവും അഭിലാഷനും മാതൃഭൂമിക്കൊന്നും കണ്ടിട്ടില്ലല്ലോ. കേരളത്തിലെ പോലീസിനെ ഭരിക്കുന്നത് CPM. SFIയുടെ നേതാവിനെ കേരള പോലീസ് അറസ്റ്റ് ചെയ്താൽ എനിക്കറിയില്ല, നിങ്ങളാണ് ചോദിക്കേണ്ടത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ അവരുടെ നേതാവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ സമരം നടത്തിയതുപോലെ കേരള പോലീസിനെതിരെ ഒരു സമരം നടത്താൻ പറ്റിയിരുന്നോ DYFIക്കോ SFIക്കോ? അതെ അല്ലേ, എന്തുകൊണ്ട് നിങ്ങളത് വാർത്തയാക്കിയിട്ടില്ല? എന്നാ പിന്നെ നിങ്ങൾ പറയണ്ടേ, നിങ്ങളിപ്പം സർക്കാരിന് അനുകൂലമായ വാർത്ത കൊടുക്കുന്ന ആളെന്നല്ലോ. സർക്കാരിന് അനുകൂലമായ വാർത്ത കൊടുക്കുന്ന മാധ്യമങ്ങളല്ല. ഇവിടെ ഇപ്പൊ നോക്കൂ, അങ്ങനെ ഒരു സംഭവം, ശരി, DYFI അല്ലെങ്കിൽ SFI അത് ഹൈലൈറ്റ് ചെയ്യാണ്. ഒരു ചെറുപ്പക്കാരി ലോ കോളേജ് വിദ്യാർത്ഥിനിയെ ഇതുപോലെ പോയി. അപ്പൊ ഇന്നലെ യൂത്ത് കോൺഗ്രസ്സുകാർ വണ്ടിയുടെ മുമ്പിൽ കിടന്നതുപോലെ പോലീസിനെ തടയോ വണ്ടിയുടെ മുമ്പിൽ കിടക്കുകയൊക്കെ ചെയ്യേണ്ടിയിരുന്നില്ലേ DYFI SFI ഒക്കെ? അത് നിങ്ങളും ചെയ്തില്ലല്ലോ. അഭിലാഷ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. സാന്ദ്ര ബോസ് എന്ന് പറയുന്ന SFIയുടെ ജില്ലാ കമ്മിറ്റി അംഗം ഒരു പെൺകുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊന്നും നമ്മൾ ഇതുപോലെ ചർച്ച ചെയ്തിട്ടില്ല. പക്ഷേ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ അറസ്റ്റ് ചെയ്ത ദിവസം ചർച്ചയാവുന്നു, രണ്ടാമത്തെ ദിവസം ചർച്ചയാവുന്നു, ഇനി നാളെയും മറ്റന്നാളൊക്കെ നിങ്ങൾ ചർച്ച ചെയ്യുമായിരിക്കും. അങ്ങനെ ചർച്ച ചെയ്യുന്നതിൻ്റെ ഒരു രാഷ്ട്രീയം നിങ്ങളിപ്പോൾ ഞാൻ തർക്കിച്ച് എനിക്ക് ജയിക്കാൻ അർത്ഥത്തിലല്ല. പക്ഷേ ഈ ചർച്ച കാണുന്ന ജനങ്ങൾ ഇത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കാം, ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഇവിടെ എന്തുകൊണ്ട് ഇത് ചർച്ചയായെന്ന് ചോദിച്ചാൽ, അസാധാരണമായ നിലയ്ക്കുള്ള അറസ്റ്റ്. ഒരു യുവജന നേതാവിനെ പുലർച്ചെ 5:30 വീട്ടിൽ പോയി ജനല് നിങ്ങൾ പറയുന്നു ആളുടെ റൂമിന് മുമ്പിൽ കാവലിൽ നിന്നൊക്കെ അറസ്റ്റ് ചെയ്യുന്നത് അസ്വാഭാവികമാണ്. ഈ പറഞ്ഞ എത്രയോ നേതാക്കൾക്കെതിരെ കേസുണ്ട്. ഹാജരാകാൻ ആവശ്യപ്പെടാം, ഹാജരാകുമ്പോ അറസ്റ്റ് രേഖപ്പെടുത്താം, ജാമ്യത്തിന് പോകുമ്പോ
ജാമ്യം കൊടുക്കരുതെന്ന് ശക്തമായി ഇവിടെ പോലീസിന് ആവശ്യപ്പെടാം. ഇതൊക്കെ സാധാരണ നിലയ്ക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കേസിൽ അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്ന നിലപാട് എനിക്ക് തോന്നുന്നു കോൺഗ്രസിന് പോലും ഉണ്ടാവില്ല. കാരണം അവിടെ അക്രമം നടന്നു, സ്വാഭാവികമായിട്ടും ആ അക്രമത്തിന്റെ സീനിലുള്ള അല്ലെങ്കിൽ അതിന്റെ നേതൃത്വം കൊടുത്ത ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടനയുടെ നേതാക്കളൊക്കെ അറസ്റ്റിലാവുന്നത് പുത്തരിയൊന്നുമല്ല. പക്ഷേ ഇതുപോലെ അസാധാരണമായ അഭൂതപൂർവമായ രംഗങ്ങൾ നമ്മൾ ഇതിനകത്ത് കണ്ടു, പോലീസിന്റെ ഉത്സാഹം കണ്ടു. സ്വാഭാവികമാണ് അത് വാർത്തയാവുന്നത്. അസാധാരണമായ കാര്യങ്ങൾ വാർത്തയാവുമല്ലോ. അസാധാരണമായ കാര്യങ്ങൾ എന്നൊക്കെ നിങ്ങൾ അങ്ങ് അവതരിപ്പിച്ച അത് അസാധാരണമാവില്ല അഭിലാഷേ. അത് കനകോലുവിൻ്റെ സിദ്ധാന്തപ്രകാരം അവരുടെ ഒരു സ്ട്രാറ്റജി പ്രകാരം അസാധാരണം എന്ന് നിലയിൽ അവതരിപ്പിക്കാൻ അവർ വലിയ ശ്രമം നടത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ നിങ്ങളെ കാണിച്ചു തരാം. ഈ സംഭവത്തിന് ശേഷം രാഹുലിൻ്റെ അറസ്റ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്. അത് ട്രെൻഡിങ് കേരള എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജിൽ നിന്ന് പുറപ്പെട്ട ഒരു പോസ്റ്റാണ്. അതേ പോസ്റ്റ് തന്നെ ഓറഞ്ച് മീഡിയ എൻ്റർടൈൻമെൻറ്റ്, അതേ പോസ്റ്റ് തന്നെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സ്മാർട്ട് പിക്സ് മീഡിയ, കണക്റ്റിംഗ് കേരള തുടങ്ങിയിട്ടുള്ള 100-ൽ കൂടുതൽ ഫേസ്ബുക്ക് പേജുകളിൽ നിന്ന്, ഇത്രയും കാലം സ്വതന്ത്ര ഐഡിയ ആയിട്ട് നിലകൊണ്ട പേജുകളിൽ നിന്ന് ഇത്തരം വാർത്തകൾ രാഹുലിന് അനുകൂലമായിട്ടുണ്ടാവുന്നു. എങ്ങനെ ഉണ്ടാവുന്നു? അപ്പോൾ വളരെ കൃത്യമായിട്ട് മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ള പേജുകൾ നേരത്തെ തന്നെ അവർ കച്ചവടം ചെയ്ത് വെച്ചിരിക്കുകയാണ്, പണം കൊടുത്ത് വാങ്ങിയിരിക്കുകയാണ്. ഇത്രയും കാലം ജഗദീഷ് ശ്രീകുമാറിൻ്റെ കോമഡി മാത്രം കാണാൻ ആളുകൾ ആശ്രയിക്കുന്ന സ്മാർട്ട് പിക്സ് മീഡിയ പോലെയുള്ള ഈ ഫേസ്ബുക്ക് പേജുകൾ എങ്ങനെയാണ് രാഹുലിന് വേണ്ടിയിട്ട് ഒറ്റ സുപ്രഭാതത്തിൽ വാർത്തകൾ എഴുതുന്നത്? അപ്പോൾ ഇതിനൊക്കെ കൃത്യമായ ഒരു അജണ്ടയുണ്ട്. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന പോലെ അസാധാരണമായിട്ടൊരു ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല. ശരി, അസാധാരണമായിട്ടുള്ള ഒരു കാര്യവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് സിപിഎമ്മിന്റെ അവകാശം. യൂട്യൂബ് ചാനലുകളെയൊക്കെ ബൈ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് രംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒക്കെ നടക്കാറുണ്ട്. നിങ്ങൾ അതേക്കുറിച്ച് ഒട്ടും എന്താ പറയുക, അതിൽ ബോധവാന്മാരല്ലെങ്കിൽ ബോധവാന്മാരാകേണ്ട സമയമായി. ഞാൻ പറഞ്ഞത് ഈ കേസിൽ നിന്നുള്ളതല്ല, പൊതുവെ ഇപ്പോൾ ഇതുപോലെ വളരെ നിഷ്കളങ്കമെന്ന് തോന്നുന്ന പല പേജുകളും ഇതിനോടകം തന്നെ വേറെ തരത്തിലുള്ള പൊളിറ്റിക്കൽ പ്രോപ്പഗാൻഡ നിർവഹിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തിരിച്ചറിഞ്ഞു പോകുന്നത് നല്ലതാണ്. പുതിയ കാലത്തെ ഇങ്ങനെയൊക്കെയുള്ള സ്ട്രാറ്റജികൾ തീർച്ചയായിട്ടും പൊതുജനാഭിപ്രായ രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന കാര്യമാണ്. അത് ആശ്ചര്യജനകമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെ പൊതുജന അഭിപ്രായം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ മാതൃഭൂമി ഉൾപ്പെടെയുള്ള ചാനലിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയും അതിന്റെയൊക്കെ ഭാഗമാണ്. മാതൃഭൂമി അടക്കമുള്ള ചാനലുകളിൽ നടക്കുന്ന ചർച്ച കേരളത്തിൽ എന്ത് സംഭവിച്ചാലും അതിന്റെ ശരി തെറ്റുകൾ എല്ലാ ഭാഗവും അതിന്റെ ബന്ധപ്പെട്ട ആളുകൾക്ക് പറയാൻ കഴിയുന്ന വിധത്തിൽ ചർച്ച നടക്കും. അതിപ്പോ അതൊരു പൊതുമണ്ഡല വ്യവഹാരത്തിന്റെ ഭാഗമാണ്. അത് ഈ ഫേസ്ബുക്ക് ചാനലുകളെ ബൈ ചെയ്യുന്നത് പോലത്തെ കാര്യമല്ല. വ്യവഹാരം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അത് നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യവും ചർച്ചയാവും. നടക്കുന്ന ഇത്തരം ചർച്ചകൾക്കെല്ലാം പിന്നിൽ വളരെ കൃത്യമായ ഒരു അജണ്ടയുണ്ട്. രാഹുൽ മാങ്കൂട്ടൻ ചർച്ച ചെയ്യപ്പെടുകയും സാന്ദ്ര ബോസ് ചർച്ച ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്യുമ്പോൾ അതിന് പിന്നിൽ ഒരു അജണ്ടയുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളത് ഇത്തരം കാര്യങ്ങളുടെയൊക്കെ ബുദ്ധികേന്ദ്രമാവുന്ന ആളുകളോട് ചോദിക്കേണ്ട ചോദ്യമാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും അജണ്ടയുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിനെ ചർച്ചയാക്കാനും രാഹുൽ മാങ്കൂട്ടത്തിനെ ലോഞ്ച് ചെയ്യാനും ഒക്കെയുള്ള അജണ്ട പോലീസുകാരിലെ ഏതെങ്കിലും ആളുകൾക്ക് അല്ലെങ്കിൽ അതിന് തലപ്പത്തിരിക്കുന്ന ആളുകൾക്കുണ്ടോ? അതിന്റെ താല്പര്യം എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ മതി. എനിക്കറിയില്ല. ഇങ്ങനെ ഒരു ആക്ഷൻ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ മാധ്യമങ്ങൾ ഈ ലോകത്തുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ഉള്ള പ്രസ്ഥാനങ്ങളല്ലേ? സ്വാഭാവികമാണ് വാർത്ത കൊടുക്കുകയും ചർച്ചയാവുകയും ചെയ്യുന്നത്. ജനങ്ങൾക്ക് താല്പര്യമുള്ള ചാനലുകൾ വരും. പോലീസ് നിയമവിധേയമായിട്ട് പോലീസിന്റെ അർപ്പിതമായിട്ടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നു. ആ അർപ്പിതമായ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ ഇത് ലോകത്തിലെ ആദ്യത്തെ അറസ്റ്റ് ആണ് എന്ന് വ്യാഖ്യാനിച്ചിട്ട് നിങ്ങളെ പോലെയുള്ള മാധ്യമങ്ങൾ ഇത് തുടർച്ചയായി ചർച്ച വെക്കുന്നതിനുള്ള അജണ്ടയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ശരി, ഓക്കെ. അങ്ങനെ ഇപ്പോ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങൾ തിരിച്ചറിയൽ ശേഷിയുള്ള വിവേചന ബുദ്ധിയുള്ള ആളുകളാണല്ലോ, അവർക്ക് വിടാം. ഡോക്ടർ ജിൻഡോ ജോൺ, നോക്കൂ, ഇവിടെ ഇപ്പോ അറസ്റ്റ് ഉണ്ടാവുന്നു. അതിന്റെ പിറ്റേ ദിവസവും വളരെ രൂക്ഷമായ വിധത്തിൽ പോലീസിനെ ഒരു SHOയുടെ പേരെടുത്ത് പറഞ്ഞ് തെറി വിളിച്ചും ചീത്ത വിളിച്ചും വെല്ലുവിളിച്ചും പ്രകടനം നടത്തുന്നതും ഒക്കെ കണ്ടു. ഇതിപ്പോൾ നിങ്ങളൊരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ്റെ കൂടി ലോഞ്ചാക്കി മാറ്റുകയാണോ? സുവർണാവസരം എന്നൊക്കെ പറഞ്ഞതുപോലെ. ഇല്ല അഭിലാഷേ, ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരു പ്രവർത്തകനെ, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ പോലീസ് ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പകയിൽ പടച്ചെടുത്ത ഒരു അറസ്റ്റ് എന്നുള്ള രീതിയിൽ എടുത്ത് വീട്ടിൽ നിന്ന് വെളുപ്പാങ്കാലത്ത് കിടക്കപ്പായിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാക്കി മാറ്റാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അത്തരം രാഷ്ട്രീയ പാപ്പരത്വം കോൺഗ്രസിനോ യൂത്ത് കോൺഗ്രസിനോ ഇല്ല. പക്ഷെ ഞാൻ സനോജിനോടൊരു കാര്യം ചോദിക്കട്ടെ. താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചു സാന്ദ്ര ബോസിനെ, തൃശ്ശൂരത്തെ സാന്ദ്ര ബോസിനെ അറസ്റ്റ് ചെയ്ത നടപടിയെ കുറിച്ചിട്ടൊക്കെ. അതിൽ ഒന്നാമത്തെ കാര്യം
എന്താ അറിയോ, SFIയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റ്, ഏകദേശം 19,000 ഫോളോവേഴ്സ് ഉണ്ട്. സഖാവ് സാന്ദ്ര ബോസിനെ നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിക്കുക. വെളുപ്പിന് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്ന് SFIയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിക്ക് ബോധ്യമുണ്ട്. ഇതിൽ ഒപ്പിട്ടിരിക്കുന്ന ഇത് ആരുടെ പേരിലാണെന്നോ പോസ്റ്റ്? തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ജിഷ്ണു സത്യൻ്റെ പേരിൽ. ഇതിൽ അദ്ദേഹം തുടർന്ന് എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരുടെ മാനസിക നില ജനാധിപത്യ സമൂഹത്തിന് യോജിച്ചതല്ലെന്ന് മാത്രമല്ല അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമാണ്. സാന്ദ്ര ബോസിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമല്ല ഈ പോലീസ് നടപടി മനുഷ്യത്വ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമാകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ വെളുപ്പാങ്കാലത്ത് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ അത് ജനാധിപത്യ വിരുദ്ധമല്ലേ, അല്ലെങ്കിൽ മനുഷ്യത്വ വിരുദ്ധമല്ലേ? ഇനി അടുത്തത്, ഇതിൽ ശക്തമായിട്ടുള്ള ജനകീയ പ്രതിഷേധങ്ങൾ ഉണ്ടാവണം. പോലീസ് നടപടിക്കെതിരെ ജനാധിപത്യ വിശ്വാസികളുടെ ചേരിയിൽ നിന്ന് അതിശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവണമെന്ന്. ആ പ്രതിഷേധങ്ങളാണ് ഇന്നലെയും ഇന്നും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് കേരളത്തിലെമ്പാടും യുവജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇനി രണ്ടാമത് ഇതുമായി ബന്ധപ്പെട്ട് സനോജിനോട് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, സാന്ദ്ര ബോസ് എന്ന് പറഞ്ഞ SFIയുടെ ജില്ലാ കമ്മിറ്റി മെമ്പർ, നിങ്ങളുടെ പാർട്ടിയുടെ നിങ്ങളുടെ വിദ്യാർത്ഥി സംഘടനയുടെ ഒരു ജില്ലാ കമ്മിറ്റി മെമ്പറെ അകാരണമെന്ന് നിങ്ങൾ തന്നെ അവകാശപ്പെടുന്ന രീതിയിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അറസ്റ്റ് ചെയ്ത പോലീസ് വകുപ്പിന് നേതൃത്വം കൊടുക്കുന്നവരാ? പിണറായി വിജയൻ എന്ന് പറഞ്ഞ നിങ്ങളുടെ നേതാവല്ലേ? കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരാ? പിണറായി വിജയൻ അല്ലേ? നിങ്ങൾക്ക് DYFIക്കും SFIക്കും CPM-നും സാന്ദ്ര ബോസ് എന്ന് പറഞ്ഞ SFIക്കാരിയെ വീട്ടിൽ നിന്ന് വെളുപ്പാങ്കാലത്ത് അറസ്റ്റ് ചെയ്ത നടപടിക്കെതിരെ ജനാധിപത്യ വിരുദ്ധമെന്നും മനുഷ്യത്വ വിരുദ്ധമെന്നും നിങ്ങൾ പറയുന്ന നടപടിക്കെതിരെ ഒരു വാക്കുയർത്താൻ പോലും ഇതുവരെ ശേഷിയില്ലെങ്കിൽ അത് ഞങ്ങളുടെ മെക്കിട്ടല്ല കയറണ്ടേ, അത് നിങ്ങളുടെ പാർട്ടി കമ്മിറ്റി കൂടിയിട്ട് വേണം ആലോചിക്കാൻ. ഇനി അടുത്തത്, രാഹുൽ മാങ്കൂട്ടം സമരം ചെയ്തത് എന്തിന്റെ പേരില്ല? കണ്ണൂർ തൊട്ട് തിരുവനന്തപുരം വരെ യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാരെ മുഖ്യമന്ത്രി എൻഡോഴ്സ് ചെയ്ത ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പറയുന്ന രീതിയിൽ തലയടിച്ചു കൊല്ലാൻ നോക്കിയതിനെതിരെ രൂക്ഷമായ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരത്തിന് നേതൃത്വം കൊടുത്തതിന്റെ പേരിൽ ആ സമരത്തിൽ പങ്കെടുത്ത് ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ നേതാവ് 1-ാം പ്രതിയാണ്. നിങ്ങൾ എന്താ അറസ്റ്റ് ചെയ്യാത്തത്? 2-ാം പ്രതി ഷാഫി പറമ്പിൽ MLA ആണ്, നിങ്ങൾ എന്താ അറസ്റ്റ് ചെയ്യാത്ത? 3-ാം പ്രതി M. വിൻസെന്റ് MLA ആണ്, നിങ്ങൾ എന്താ അറസ്റ്റ് ചെയ്യാത്ത? ഈ രാഹുൽ മാങ്കൂട്ടം തന്നെ കഴിഞ്ഞ 20 ദിവസത്തിനിടയ്ക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വിവിധ സമര പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇടുക്കിയിൽ വണ്ടിപ്പെരിയാറിൽ ആ പീഡിപ്പിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിക്ക് നീതി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് സമരം ചെയ്തിട്ടുണ്ട്. പിറ്റേ ദിവസം KPCCയുടെ നേതൃത്വത്തിൽ നടന്ന DGP ഓഫീസ് മാർച്ചിൽ പങ്കെടുത്തിട്ടുണ്ട്. അന്നൊന്നും നിങ്ങൾക്കില്ലാത്ത ഒരു പ്രത്യേക താല്പര്യം എങ്ങനെയാ? രാഹുൽ ആശുപത്രി വാസം കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് ശേഷം വെളുപ്പാങ്കാലത്ത് അമ്മയുടെയും സഹോദരിയുടെ മുന്നിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണമെന്നുള്ള തീരുമാനം ആരുടേതാ? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇത് പകയിൽ പടച്ചെടുത്ത, കേരളം കണ്ട ഫാസിസ്റ്റ് ആയിട്ടുള്ള കേരള ഹിറ്റ്ലർ പിണറായി വിജയന്റെ പകയിൽ പടച്ചെടുത്ത കേസാണ്, അറസ്റ്റാണെന്ന് ഞങ്ങൾ പറയുന്നതിന് കാരണം അതാണ്. ശരി, നോക്കൂ ശ്രീ VK സനോജ്, ഇപ്പൊ SFIയുടെയും DYFIയുടെയും ഒക്കെ ഒരുപാട് സമരങ്ങൾ കേരളം കണ്ടിട്ടുണ്ട്. പല സമരങ്ങളും VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്ത സമരമുണ്ട്, പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത മാർച്ചുകളുണ്ട്, കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത സമരങ്ങളുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ സമരം ഉദ്ഘാടനം ചെയ്തത് VD സതീശനാണ്. സതീശൻ ഇതുമായി ബന്ധപ്പെട്ട അക്രമക്കേസിലെ 1-ാം പ്രതിയാണ്. സതീശനെ അറസ്റ്റ് ചെയ്യണമെന്ന് ഇന്ന് ഗോവിന്ദൻ മാസ്റ്റർ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെടുന്നു. 1-ാം പ്രതി VD സതീശനാണ്, 2-ാം പ്രതി ഷാഫി പറമ്പിലാണ്, 3-ാം പ്രതി M. വിൻസെന്റ് ആണ്. ഇവർക്കൊക്കെ നിയമസഭാ അംഗങ്ങളുടെ പരിരക്ഷ ഉള്ളതുകൊണ്ട് സ്പീക്കറുടെ അനുമതി തുടങ്ങിയ സാങ്കേതികത്വങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളത് ശരിയാണെങ്കിൽ പോലും പ്രതിപക്ഷ നേതാവിനെയും MLA-മാരെയും ഒക്കെ അറസ്റ്റ് ചെയ്യൂ എന്ന് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ആ തരത്തിൽ പ്രതിപക്ഷ നേതാവിനെയൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുക എന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ ജനാധിപത്യം തീരെ ശുഷ്കിച്ച ഇടങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് നടന്നു, അവിടെ ഷെയ്ഖ് ഹസീനെ എതിർക്കുന്ന എല്ലാ ആളുകളെയും അവർ അറസ്റ്റ് ചെയ്ത് ജയിലിലിടും. ഇപ്പോൾ റഷ്യയിൽ വ്ളാഡിമിർ പുടിനെ എതിർക്കുന്ന ആളുകളെയൊക്കെ അകത്തിട്ടിട്ടാണ് പുള്ളി തെരഞ്ഞെടുപ്പ് പോലും നടത്തുക. എന്ന് പറയുന്നത് പോലെ ജനാധിപത്യപരമല്ലാത്ത വിധത്തിൽ, ജനാധിപത്യത്തിന്റെ അന്തസത്തയ്ക്ക് നിരക്കാത്ത വിധത്തിൽ പ്രതിപക്ഷ നേതാക്കളോട് വൈരനിര്യാതന ബുദ്ധിയോടുകൂടി പെരുമാറുന്ന ഒരു ഭരണപക്ഷം എന്നുള്ളത് ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ഭൂഷണമാണോ എന്ന ചോദ്യം അവിടെ ഉണ്ട്. അഭിലാഷേ, കഴിഞ്ഞ ഡിസംബർ 20-ാം തീയതിയാന്ന് തോന്നുന്നു ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം തിരുവനന്തപുരത്തുണ്ടായത്. അഭിലാഷിനെ അന്ന് മാതൃഭൂമിക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്ത നിങ്ങളുടെ മാധ്യമപ്രവർത്തകരോടോ അല്ലെങ്കിൽ അന്നത്തെ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും അന്ന് തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ള അക്രമ പ്രവർത്തനങ്ങൾ. സ്വാഭാവികമായിട്ടും അങ്ങനെ അക്രമ പ്രവർത്തനം സംഘടിപ്പിച്ചാൽ അക്രമ പ്രവർത്തനം നടത്തുക എന്ന് മാത്രമല്ല, തുടർച്ചയായി അക്രമം നടത്താൻ വേണ്ടി ആഹ്വാനം ചെയ്യുകയൂടെ ഉണ്ടായി. ആഹ്വാനം ചെയ്ത 1-ാമത്തെ നേതാവിൻ്റെ പേര് VD സതീശൻ എന്നാണ്. ആഹ്വാനം ചെയ്ത മറ്റേ ആള് ഷാഫി പറമ്പിലാണ്. അക്രമത്തിന് ആഹ്വാനം ചെയ്യുകയും അത് പ്രേരിപ്പിക്കുകയും സംഘടിപ്പിക്കുകയും ചെയ്ത ആളിൻ്റെ പേര് രാഹുൽ മാങ്കൂട്ടം എന്നാണ്. അതിപ്പോൾ ഈ നിയമവാഴ്ചയുള്ള ഒരു സംസ്ഥാനത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടാണ് അഭിലാഷ് പറയില്ലല്ലോ. ഇല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയില്ല. ആ സംഭവങ്ങളുടെ പേരിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്ന 1-ാം പ്രതിയാണ് VD സതീശൻ. ആ കേസിൽ 1-ാം പ്രതിയാണ് VD സതീശൻ. ആ കേസിൽ 2-ാം പ്രതിയാണ് ഷാഫി പറമ്പിൽ.
ആ കേസിൽ മൂന്നാം പ്രതിയാണ് വിൻസെന്റ് MLA. സ്വാഭാവികമായിട്ടും കേസിൽ പ്രതിയേർക്കപ്പെട്ട ആളുകൾ കോടതിക്ക് മുന്നാകെ ഹാജരാവേണ്ടി വരും. അതുമായി ബന്ധപ്പെട്ട നിയമത്തിന്റെ നടപടിക്ക് വിധേയമാവേണ്ടി വരും. VD സതീശൻ പ്രതിപക്ഷ നേതാവ് ആണ് എന്നതുകൊണ്ട് ഈ ഭരണഘടനയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയും അംഗീകരിക്കില്ല, അതിനൊക്കെ മേലെയാണെന്ന് പറയാൻ കഴിയുമോ? അപ്പൊ അതുകൊണ്ട് നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്. അല്ല, അങ്ങനെ എനിക്ക് അറിയാനുള്ളത് ശരി, VD സതീശൻ അന്ന് ഞങ്ങൾ ഇനി നോക്കിയിരിക്കില്ല തിരിച്ചടിക്കും എന്ന് പ്രസംഗിച്ചു. പിന്നെ നിങ്ങൾ പ്രതിപക്ഷ ഞങ്ങൾ നോക്കിയിരിക്കില്ല തിരിച്ചടിക്കുമെന്ന് VD സതീശൻ അന്ന് പ്രസംഗിച്ചു. അതിനുശേഷം അക്രമം ഉണ്ടാവുകയും ചെയ്തു. അതിന്റെ പേരിൽ VD സതീശൻ അറസ്റ്റിലാകും എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? അതൊക്കെ ഞാനിപ്പോൾ അങ്ങനെ ഒരു ഹൈപ്പോത്തറ്റിക് ചോദ്യമൊന്നും ഞാൻ എടുക്കുന്നില്ല. ഇവിടെ ഉണ്ടായതെന്താണ്? VD സതീശൻ ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടം ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇല്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ. അടിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇതൊന്നും രഹസ്യമായിട്ട് വാട്സപ്പ് സന്ദേശം അയച്ചതല്ല, പരസ്യമായി പ്രസംഗിച്ച കാര്യമായി പറയുന്നത്. പിന്നെ നിങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ വേട്ടയെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. ഇവിടെ പ്രതിപക്ഷം നേരത്തെ UDF ഭരിക്കുന്ന ഘട്ടത്തിൽ ഇടതുപക്ഷത്തുള്ള എത്ര MLA അറസ്റ്റ് ചെയ്തിട്ടുണ്ട്? കഥയെല്ലാം ഞാനിവിടെ പറയണോ? എത്ര MLA അറസ്റ്റ് ചെയ്തിട്ടുണ്ട്? എത്ര ക്രൂരമായി അവർ പോലീസ് സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് വേട്ടയ്ക്ക് വേണ്ടിയിട്ട്? സഖാവ് P. ജയരാജനെ അറസ്റ്റ് ചെയ്തിട്ടില്ലേ? TV രാജേഷിനെ അറസ്റ്റ് ചെയ്തിട്ടില്ലേ? ജെയിംസ് മാത്യുവിനെ അറസ്റ്റ് ചെയ്തിട്ടില്ലേ? ജയിലിലടച്ചിട്ടില്ലേ? എത്ര ഭരണപരമായ ദുരുപയോഗം ചെയ്യൽ അവർ അങ്ങനെയൊന്നും നടന്നിട്ടില്ല. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ അങ്ങനെയൊന്നും നടന്നിട്ടില്ല. അല്ല, സമരം ചെയ്യാനുള്ള അവകാശം ആരും നിഷേധിക്കുന്നില്ലല്ലോ. ഉദ്ഘാടനം ചെയ്തതിന്റെ പേരിലോ ആണോ താങ്കൾ പറഞ്ഞ ഈ പേരുകാരെയൊക്കെ അറസ്റ്റ് ചെയ്തത്? അല്ലല്ലോ അഭിലാഷേ, സമരമല്ല, കലാപാഹ്വാനമാണ്. സമരം ചെയ്യുന്നതിനൊന്നും ആരും എതിരല്ല. ഇനിയിപ്പോൾ സമരത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ആക്രമണം നടത്തിയേ പറ്റൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ നടത്തിക്കോ. പക്ഷെ അങ്ങനെ നടത്തിക്കഴിഞ്ഞാൽ ഈ നാട്ടിൽ നിയമവ്യവസ്ഥയുള്ളത് കൊണ്ട് കേസിന്റെ ഭാഗമാവും ജയിലിൽ കിടക്കേണ്ടി വരും. അങ്ങനെ ജയിലും കേസും ഭയമുണ്ടെങ്കിൽ പിന്നെ വീട്ടിൽ പോയിരിക്കണം. ഈ പണിക്ക് നിൽക്കരുത്. ഇത് പ്രശ്നമുണ്ടാക്കുകയും വേണം, പോലീസിനെ മർദ്ദിക്കുകയും വേണം, പോലീസ് വാഹനം തടഞ്ഞു വെക്കുകയും വേണം, പ്രതിയെ മോചിപ്പിക്കണം, പോലീസ് വാഹനം കത്തിക്കണം, എല്ലാം ചെയ്യണം. പക്ഷേ ഞാൻ പ്രതിപക്ഷ നേതാവാണ്, ഞാൻ മറ്റേ MLA ആണ്, എന്റെ പേരിൽ കേസെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമില്ല. ശരി, ഓക്കെ. അതാണ് പോയിന്റ്. ശ്രീ ജിൻഡോ ജോൺ, നോക്കൂ, ഇപ്പോ ഈ ഉന്നയിച്ച വാദം ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി തന്നെ ഉന്നയിച്ചു. സമരം നടത്തിയാൽ, ആ സമരത്തിന്റെ ഭാഗമായ അക്രമം ഉണ്ടായാൽ അതിൽ കേസ് ഉണ്ടാവുക എന്ന് പറയുന്നത് സാധാരണ കാര്യമാണ്. അങ്ങനെ കേസും ജയിലും ഒന്നും നേരിടാൻ ആർജവമില്ലാത്ത ആളുകൾ ഈ പണിക്ക് പോകരുത് എന്ന് പറയുന്നതിൽ കാര്യമില്ല. ഇപ്പോൾ 20-ാം തീയതിയുടെ വിഷ്വലുകൾ അന്ന് തന്നെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അന്ന് വളരെ ഏകപക്ഷീയമായ നിലയിൽ പോലീസുകാരെ ആക്രമിച്ചു. ആ ദിവസം പോലീസ് അങ്ങോട്ടൊരു ഗ്രനേഡോ അതല്ലെങ്കിൽ ടിയർ ഗ്യാസോ ഒന്നും പ്രയോഗിച്ചിട്ടില്ല. അതൊക്കെ 2 ദിവസം കഴിഞ്ഞിട്ടാണ്. പോലീസിന്റെ ഷീൽഡുകളെല്ലാം തല്ലി തകരുന്ന വിധത്തിൽ, സാധാരണ കൊടികെട്ടിയ വടി കൊണ്ടൊക്കെ പോലീസിനെ തല്ലാറുണ്ടെങ്കിൽ ഇത് വലിയ പട്ടിക കഷ്ണം ഉപയോഗിച്ചിട്ടാണ് തല്ലിയത്. വലിയ അക്രമം അവിടെ നടന്നു. അത് വസ്തുതയാണ്, അതിനെല്ലാ തെളിവുകളുണ്ട്. 1. 2, ഈ അക്രമം നടക്കുന്നതിന് മുൻപ് ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന പ്രഖ്യാപനം പ്രതിപക്ഷ നേതാവ് മുതൽ അങ്ങോട്ടുള്ള ഓരോ നേതാവും നടത്തുകയും ചെയ്തു. ഈ 2 കാര്യങ്ങൾ വസ്തുതയാണ്. അപ്പോൾ ഇത് ഉണ്ടായി. കോൺഗ്രസ് തീരുമാനിച്ചു തന്നെ, കൊല്ലം വരെ ഞങ്ങൾ തല്ലുകൊണ്ടു, ഇനി തല്ലിയാൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്നുള്ളതൊരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രഖ്യാപനമായിരുന്നല്ലോ. അങ്ങനെ പ്രഖ്യാപിച്ചൊരു സമരം നടത്തിയാൽ ആ സമരത്തിൽ കേസ് വരുമ്പോൾ അത് നേരിടണ്ടേ? അല്ല അഭിലാഷേ, കേസ് വരുന്നതിന് ഞങ്ങൾ നേരിടാൻ തയ്യാറാണല്ലോ. ഞങ്ങൾക്ക് ഒരു പരാതിയില്ലല്ലോ. കേസെടുത്തതിനല്ല പരാതി, അറസ്റ്റ് ചെയ്തതിലെ അസാധാരണത്വവും അതിലെ ഫാസിസ്റ്റ് രീതികളുമാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഇപ്പോൾ സനോജ് തന്നെ അല്പം മുമ്പ് സംസാരിച്ചില്ലേ, സാന്ദ്ര ബോസ് എന്ന് പറഞ്ഞ SFIയുടെ ജില്ലാ കമ്മിറ്റി അംഗത്തെ അറസ്റ്റ് ചെയ്തത് ശരിയായ രീതിയിലല്ലെന്ന്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ആപ്ലിക്കബിൾ അല്ലാത്തത്? അപ്പോൾ 2 നിലപാട് പറയുന്നത് ശരിയല്ല. അത് നമ്മൾ അങ്ങനെ പറഞ്ഞാൽ നാട്ടുകാർ അത് വിശ്വസിക്കില്ലല്ലോ. ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അക്രമം ആഹ്വാനം ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പോയിന്റ് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയല്ലേ ചെറുപ്പക്കാരുടെ തല ചെടിച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും കുറുവടി കൊണ്ടും പട്ടിക കൊണ്ടും അടിച്ചു കൊല്ലാൻ നോക്കിയപ്പോൾ ജീവൻ രക്ഷാ പ്രവർത്തനമാണ്, ഞാൻ കണ്ടിരുന്നു, നന്നായിരുന്നു, അത് തുടരണം എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കെതിരെ അക്രമത്തിന് ആഹ്വാനം ചെയ്തതിന് ആദ്യം കേസെടുക്കണ്ടേ? അതെന്താ എടുക്കാതിരുന്നത്? ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിൽ ഈ പറഞ്ഞ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങൾ, കല്യാശ്ശേരി മുതൽ തിരുവനന്തപുരം വരെ പോലീസിന്റെ കാക്കിയിട്ടവനും സഫാരി സ്യൂട്ട് ഇട്ടവനും നവകേരള സദസ്സിന്റെ ബനിയനിട്ടവനും ഒക്കെ യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലി തലപൊട്ടിച്ചപ്പോൾ അതിന്റെ സ്വാഭാവിക പ്രതിഷേധമാണ് തിരുവനന്തപുരത്ത് ഇറങ്ങിയത്.
അതിൽ ഇത്രത്തോളം അക്രമമാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ കേരളമെമ്പാടും സഞ്ചരിക്കുന്ന അക്രമത്തിന് പ്രോത്സാഹിപ്പിച്ച് സഞ്ചരിക്കുന്ന ആഡംബര യാത്ര നടത്തിയ മുഖ്യമന്ത്രിക്ക് എന്ത് കേസെടുക്കാഞ്ഞ്? ഇനി താങ്കൾ പറഞ്ഞത് പി ജയരാജനും ടി വി രാജേഷും എം എം മണിയൊക്കെ ജയിലിൽ പോയിട്ടുണ്ടെന്ന്. ഇവരൊക്കെ കൊലക്കേസിലെ പ്രതികളായിട്ടാണ് ജയിലിൽ പോയത്. കോടതി ഇടപെട്ടിട്ട ജയിലിൽ പോയത് അല്ലേ, അല്ലാണ്ട് സമരം ചെയ്തതിന്റെ പേരിലല്ല. കൊലക്കേസിലെ പ്രതിയാർക്കപ്പെട്ട് ജയിലിൽ പോകാൻ നേരത്ത് ബോധം കെട്ട് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ ആംബുലൻസിൽ ബോധം കെട്ട് യാത്ര ചെയ്ത പി ജയരാജനെ പോലെയല്ല രാഹുൽ മാങ്കൂട്ടൻ ജയിലിലേക്ക് പോയത്. പോലീസുകാരൻ നടുവിൽ തല നിവർത്തി പിടിച്ചുകൊണ്ടാണ് രാഹുൽ സഞ്ചരിച്ചത് അല്ലേ. ഇനി എം എം മണി ഒന്നിനെ കുത്തിക്കൊന്നു, ഒന്നിനെ വെട്ടിക്കൊന്നു, ഒന്നിനെ വെടിവെച്ചു കൊന്നു എന്ന് കൊലക്കുറ്റം സ്വയം ഏറ്റെടുത്ത് പ്രസംഗിച്ച എം എം മണി ജയിലിൽ പോയത് സമരം ചെയ്തതിന്റെ പേരിലാണോ? അല്ലല്ലോ, കൊലക്കേസിന്റെ പേരില്ല. ഇനി നിങ്ങൾ പറയുന്നത് ഈ പൊതുമുതൽ നശിപ്പിച്ചു എന്നൊരു വാക്ക് പറയാനായിട്ട് ഡിവൈഎഫ്ഐക്കോ SFIക്കോ CPM-നോ കേരളത്തിൽ അവകാശമില്ല. കേരളത്തിന്റെ രാഷ്ട്രീയ സമര ചരിത്രം പരിശോധിച്ചാൽ ഇത്രത്തോളം പൊതുമുതൽ നശിപ്പിച്ചിട്ടുള്ള പാർട്ടി വേറെയുണ്ടോ? KSRTC ബസ്സും പോലീസും സർക്കാർ ഓഫീസുകളും താരതമ്യമല്ലല്ലോ. നിയമത്തിന് മുൻപിൽ PDPP ആക്ട് അനുസരിച്ച് എന്ത് പൊതുമുതൽ നശീകരണം ഉണ്ടായാലും കേസ് വരും. ഡിവൈഎഫ്ഐ മുമ്പ് കൂടുതൽ നശിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കോൺഗ്രസിന് കുറച്ച് നശിപ്പിക്കാമെന്ന ന്യായം നിയമത്തിന് മുമ്പിൽ നിൽക്കില്ല. ഇല്ല അഭിലാഷേ, ഞാൻ അങ്ങനെയല്ല പറയുന്നത്. പൊതുമുതൽ നശിപ്പിച്ചു എന്ന വാദം ഇവർ പറഞ്ഞാൽ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് 2.5 ലക്ഷം രൂപയുടെ പൊതുമുതൽ നശിപ്പിച്ച ക്രെഡിറ്റിൽപ്പെടുന്ന ശിവൻകുട്ടി എന്ന് പറഞ്ഞ ആളാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി. കേരളത്തിലെ കുട്ടികൾക്ക് മാതൃക കൊടുത്തുകൊണ്ട് ഇപ്പോഴും അദ്ദേഹം ഇരിക്കുക. ആ കേസ് എഴുതി തള്ളണമെന്ന് ആവശ്യപ്പെടുന്ന ഗവൺമെന്റ് കേരളം ഭരിക്കുന്നത്. അവർ അത്തരം പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ട് ഞങ്ങളും കുറച്ച് നശിപ്പിക്കാം എന്ന് താങ്കൾ പറഞ്ഞ രീതിയിലുള്ള ഒരു ആക്ഷേപമല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു അഭിപ്രായവുമില്ല, അങ്ങനെ ഒരു അവകാശവാദവുമില്ല. പക്ഷേ ആ വാക്ക് ഇവർക്ക് ഉപയോഗിക്കാൻ അവകാശമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. യൂത്ത് കോൺഗ്രസ് സമരത്തിന്റെ ഭാഗമായിട്ട് അത്തരത്തിൽ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലീസിന്റെ ലാത്തി ഒടിഞ്ഞെന്നല്ല ഒരു കേസ്. പോലീസ് യൂത്ത് കോൺഗ്രസ്സുകാരെ തലയടിച്ചു പൊട്ടിക്കുമ്പോൾ ലാത്തി ഒടിഞ്ഞു പോയാൽ അത് പൊതുമുതൽ നശിപ്പിച്ചതായിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരിൽ കേസെടുക്കോ? ഇല്ലല്ലോ. ആ പോലീസിന്റെ ലാത്തി ഒടിഞ്ഞതും കേരളത്തിന്റെ നിയമസഭയിലെ സാധന സാമഗ്രികൾ അടിച്ചു തകർത്തതും രണ്ടിനെ ഒരേ രീതിയിൽ നമുക്ക് കാണാൻ പറ്റുമോ? ഇനി അങ്ങനെ പൊതുമുതൽ നശിപ്പിച്ചതിന്റെ പേരിൽ ജാമ്യമില്ലാത്ത വകുപ്പ് അനുസരിച്ച് നിങ്ങൾ കേസെടുത്തോ, അറസ്റ്റ് ചെയ്തോ, ജയിലിലടച്ചോ, കുഴപ്പമില്ല. പക്ഷെ വെളുപ്പാങ്കാലത്ത് വീട്ടിൽ നിന്ന് അദ്ദേഹം ആശുപത്രി വാസം കഴിഞ്ഞ് വീട്ടിലെത്തി അമ്മയെയും സഹോദരിയും കണ്ട് വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ വെളുപ്പാങ്കാലത്ത് അറസ്റ്റ് ചെയ്യുന്നത് മനുഷ്യത്വ വിരുദ്ധമാണെന്ന് ഞങ്ങൾ പറഞ്ഞതല്ല. സാന്ദ്രാബോസിന്റെ കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞ കാര്യമാണ്. അതെന്തുകൊണ്ട് രാഹുലിന് ആപ്ലിക്കബിൾ ആകാത്തത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇനി ഇതേ പൊതുമുതൽ നശിപ്പിച്ച കാര്യം ചാലക്കുടിയിൽ പോലീസ് ജീപ്പിന്റെ മുകളിൽ കയറി നിന്ന് പോലീസ് ജീപ്പ് അടിച്ചു പൊളിച്ച പുല്ലനെ ജീപ്പിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോയ ഏരിയ സെക്രട്ടറിക്ക് ബാധകമല്ലേ? സരോജ് അതിൽ പറഞ്ഞേ, ആ ഏരിയ സെക്രട്ടറി നിങ്ങൾ അറസ്റ്റ് ചെയ്തോ? നിങ്ങളുടെ പാർട്ടി നേതാക്കന്മാർക്ക് ഇതൊന്നും ബാധകമല്ല. ഇനി കേസെടുത്തതിന്റെ പേരിലാണെങ്കിൽ, ജാമ്യമില്ലാത്ത വകുപ്പിൽ കേസെടുത്തതിന്റെ പേരിലാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ അപ്പുറവും ഇപ്പുറവും യാത്ര ചെയ്യുന്ന നരാധമന്മാരായിട്ടുള്ള ആ ഗൺമാന്മാർക്കെതിരെ കേസെടുത്തിട്ടുണ്ടല്ലോ. അവരെ മാറ്റി നിർത്താനോ അവരെ ജയിലിലടക്കാനോ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? അപ്പം നിങ്ങളുടെ പാർട്ടിയുമായിട്ട് അടുത്ത ബന്ധമുള്ള ആളുകളെയൊക്കെ നിങ്ങൾ ആർഷോയുടെ മുണ്ടഴിഞ്ഞു പോകാതെ സംരക്ഷിച്ചു കൊണ്ടുപോയാലേ സംരക്ഷിച്ച് കൂടാരത്തിൽ കൂട്ടിപ്പിടിച്ച് സംരക്ഷിച്ചു കൊണ്ടുപോകും. യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണെങ്കിൽ വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോകും. ഇതിനെയാണ് ഞങ്ങൾ ഫാസിസ്റ്റ് നടപടി എന്ന് പറഞ്ഞത്. ഡൽഹിയിൽ മോദി ചെയ്യുന്നത് തന്നെയാണ് കേരളത്തിൽ പിണറായി ചെയ്യുന്നത്. കേരളത്തിലെ പിണറായി വിജയൻ ഡൽഹിയിലെ മോദിയോട് മത്സരിക്കുകയാണ്. ഏറ്റവും മികച്ച ഫാസിസ്റ്റ് ആരാണെന്നുള്ള കാര്യത്തിലാണ് മത്സരം നടക്കുന്നത്. ശരി, ഇവിടെ നോക്കൂ ഷിസാനോജ്, നമ്മളൊരു പരിഷ്കൃത ജനാധിപത്യ സമൂഹമാണല്ലോ. ഇപ്പൊ ഇന്ത്യയിലെ മൊത്തം സംസ്ഥാനങ്ങൾ എടുത്താലും ഏറ്റവും മികച്ച ജനാധിപത്യ അന്തരീക്ഷം കേരളത്തിലാണെന്നാണ് നമ്മൾ അഭിമാനം കൊള്ളുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ, അതും പ്രതിപക്ഷ മുന്നണിയിലെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷനെ ഇതുപോലെ പുലർച്ചെ വീട്ടിൽ നിന്നൊരു ഭീകരവാദിയെ കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോവുക, അമ്മയുടെ മുമ്പിൽ വെച്ച് പോലീസ് കൊണ്ടുപോകണമെന്നൊരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു എന്ന് രാഹുൽ തന്നെ പറയുന്നു. ആ തരത്തിലൊക്കെ നമ്മുടെ ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ മൂല്യങ്ങൾക്ക് നിരക്കാത്ത വിധത്തിൽ പോലീസ് പെരുമാറിയാൽ ആ സംഘടന പ്രതിഷേധിക്കില്ലേ? സമൂഹത്തിൽ അവമതിപ്പുണ്ടാവില്ലേ? അത് മാധ്യമങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യില്ലേ? ഇത് സ്വാഭാവികമായി നടക്കുന്ന ഒരു കാര്യമല്ലേ? ഇതിനെ എന്തിനാണ് എന്തോ വലിയ സംഭവം വേറെ ആരോ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് എന്നുള്ള മട്ടിൽ നിങ്ങൾ കാണുന്നത്? അഭിലാഷേ, അതിന് ഞാൻ പറഞ്ഞത്, അമ്മയുടെ മുന്നിൽ വെച്ച് നിരവധി അറസ്റ്റുകൾ നേരത്തെയും നടന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഞാൻ SFIയുടെ കണ്ണൂർ ജില്ലാ ഭാരവാഹിയായ ഘട്ടത്തിൽ അന്ന് നടന്ന ഒരു കലക്ട്രേറ്റ് മാർച്ചിനെ തുടർന്നുണ്ടായ സംഘർഷത്തിൻ്റെ ഭാഗമായി എൻ്റെ പേരിൽ കേസ് വന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ അന്ന് പുലർച്ചെ 4 മണിക്കാണ് പോലീസ് സംഘം എത്തി പരിശോധന നടത്തിയത്. അത് സമരത്തിന് പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ അറസ്റ്റ് വരും, റെയ്ഡ് വരും, പിന്നെ കോടതിയിൽ പോകേണ്ടി വരും, അതുമായി ബന്ധപ്പെട്ട കേസുണ്ടാവും, ജയിലിൽ കിടക്കേണ്ടി വരും. ഇതിപ്പോൾ രാഹുൽ മാങ്കൂട്ടം ആദ്യമായി ജയിലിൽ കിടക്കുന്നതായിരിക്കും.
ഇത്തരം സംഭവങ്ങൾക്ക് പോകുമ്പോൾ ഓർമ്മിക്കണം, ഞങ്ങൾക്കറിയാം ഞങ്ങളൊരു സമരമുഖത്ത് നിൽക്കുമ്പോൾ ഭരണകൂടത്തിൻ്റെ മർദ്ദന സംവിധാനങ്ങൾ എങ്ങനെയെല്ലാം ഞങ്ങളെ നേരിടുമെന്ന്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വരുമ്പോൾ ഇങ്ങനെ നിലവിളിക്കേണ്ട കാര്യം എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം വലിയ വെല്ലുവിളി നടത്തിയല്ലോ. അദ്ദേഹം എന്താ ആദ്യം പറഞ്ഞത്? എനിക്ക് ഇങ്ങനെ ജയിലിൽ പോകേണ്ട സാഹചര്യം വന്നാൽ ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവില്ല, ആംബുലൻസിൽ യാത്ര നടത്തില്ല. വലിയ പരിഹാസം നിറഞ്ഞ മനോഭാവത്തോടു കൂടി ചർച്ച, വലിയ പ്രസംഗം നടത്തിയല്ലോ. എന്നിട്ട് എത്ര തവണയാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വന്നത് കോടതിയിൽ? ആദ്യം അവിടുത്തെ സ്വകാര്യ ആശുപത്രിയിലെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇവിടെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തപ്പോൾ വേറൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി പോലീസ് ജനറൽ ആശുപത്രിയിൽ കൊണ്ടുപോയി പരിശോധിച്ചു. പിന്നെ റിമാൻഡ് ചെയ്യപ്പെട്ടപ്പോൾ പിന്നെയും പറഞ്ഞു എനിക്ക് മാരകമായ അസുഖമുണ്ട്, എന്നെ എങ്ങനെയെങ്കിലും ഈ ജയിൽവാസത്തിൽ നിന്ന് ഒഴിവാക്കി തരണം എന്നല്ലേ കോടതിയിൽ ഈ രാഹുലിൻ്റെ വക്കീൽ പറഞ്ഞത്. ഞാനിതാ പിണറായി വിജയൻ്റെ പോലീസിനെ വെല്ലുവിളിച്ചിട്ട് ജയിലിൽ പോകുന്നു, അതിലെനിക്ക് അഭിമാനമേ ഉള്ളൂ എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എങ്ങനെയെങ്കിലും തടി തപ്പാൻ വേണ്ടി അങ്ങേയറ്റം ഭീരുത്വം നിലനിന്ന നിലപാടല്ലേ ഇയാൾ സ്വീകരിച്ചത്. എന്നിട്ട് പിന്നെയും അതിനെ വലിയ പർവ്വതീകരിക്കുകയാണോ? ഈ കേസിൽ 25 പ്രതികളിൽ 5 മുതൽ 25 വരെയുള്ള പ്രതികൾ പോലീസ് നേരത്തെ അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവർ റിമാൻഡിലായിട്ടുണ്ട്. അവർക്ക് ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം കൊടുത്തത്. ആ ഘട്ടത്തിലൊന്നും ഒരു ആവേശവും ഈ കോൺഗ്രസിന് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇത് വളരെ കൃത്യമായി ആസൂത്രിതമായി ഈ ഒരു സംഭവത്തെ മുൻനിർത്തി ഇത് കേരളത്തിലെ ആദ്യത്തെ സംഭവമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു സോഷ്യൽ മീഡിയ കനകോലു ഓപ്പറേഷനാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെയുള്ള ഈ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി വെച്ച് യൂത്ത് കോൺഗ്രസ് അങ്ങനെ കെട്ടിപ്പടുത്ത് അടുത്ത സംവിധാനം ഭരണമൊക്കെ കൊണ്ടുപോകാൻ എന്നൊക്കെയാണ് ഇവർ ധരിക്കുന്നതെങ്കിൽ അങ്ങനെ പോയിക്കോട്ടെ, അത് നമുക്ക് വിഷയമല്ല, അതൊക്കെ അവരുടേതായ വിഷയമാണ്. പക്ഷേ ഇതൊക്കെ തിരിച്ചറിയാൻ ശേഷിയുള്ള ജനത ഇവിടെയുണ്ട്, നല്ല ഓർമ്മയുള്ള ജനത ഇവിടെയുണ്ട്. ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് വസീഫിനെ പുലർച്ചെ തന്നെയാണ് വീട്ടിൽക്കാരെ അറസ്റ്റ് ചെയ്തത്. അപ്പോഴൊന്നും ഇതാ എനിക്ക് നെഞ്ചുവേദനയാണ്, എനിക്ക് അസുഖമുണ്ട് എന്ന് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റുമായിട്ട് ആരും പോയിട്ടില്ല. അന്തസ്സായി ജയിലിൽ പോയിട്ടുണ്ട്, മാസങ്ങളോളം ജയിലിൽ കിടന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയെല്ലാമുള്ള കാര്യങ്ങൾക്ക് പുറപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് വിദ്യാർത്ഥി യുവന പ്രസ്ഥാനത്തിനെല്ലാം ഭാഗമായി നിൽക്കുമ്പോൾ ജയിൽവാസമെല്ലാം അനുഭവിക്കേണ്ടി വരും. അപ്പം അതിനെല്ലാം രാഷ്ട്രീയമായ മറ്റൊരു തലത്തിലേക്ക് വ്യാഖ്യാനിച്ച് കൊണ്ടുപോകേണ്ടതിൻ്റെ ഒന്നും കാര്യമില്ല എന്നാണ് എനിക്ക് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. ശരി, ശ്രീ ജിൻഡോ ജോൺ, ഇന്നിപ്പോൾ MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് വ്യാജമായ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണിച്ചു, രക്തം കട്ടപിടിക്കുന്ന രോഗമുണ്ട് എന്ന വ്യാജമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ സനോജ് വേറെ കുറേ അതേ വാദഗതിയാണ് ഉന്നയിക്കുന്നത്. അങ്ങനെ ഒരു യുവജന പ്രവർത്തകൻ, വളരെ ഊർജ്ജസ്വലമായ പ്രായത്തിലുള്ളൊരു യുവജന പ്രവർത്തകൻ സമരത്തിൻ്റെ പേരിൽ അറസ്റ്റ് നേരിടുമ്പോൾ, അപ്പോൾ അറസ്റ്റ് പൊതുപ്രവർത്തകർ നേരിടുക എന്ന് പറഞ്ഞാൽ അത് വലിയ ആനക്കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ, നമ്മുടെ രാഷ്ട്രപിതാവോ അല്ലെങ്കിൽ പ്രഥമ പ്രധാനമന്ത്രിയോ ഒക്കെ ഒരുപാട് തവണ ജയിൽവാസം അനുഭവിച്ചവരാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പേരിൽ ജവഹർലാൽ നെഹ്റു 10 വർഷത്തോളം ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ നേതാക്കളൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു യുവജന പ്രവർത്തകൻ 15 ദിവസമോ 25 ദിവസമോ റിമാൻഡിൽ കഴിഞ്ഞാൽ അത് അത്ര വലിയ ആകാശം പിടിഞ്ഞ് വീഴുന്ന കാര്യമൊന്നുമല്ല. അപ്പോൾ അവിടെ അതിനുള്ള ആർജവം കാണിക്കാതിരുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്ന് ഇടതുപക്ഷത്ത് നിന്ന് ഉയരുന്ന, അല്ലെങ്കിൽ സർക്കാർ പക്ഷത്ത് നിന്ന് ഉയരുന്ന വിമർശനം. അഭിലാഷേ, ഈ കേരളത്തിലെ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും വ്യാജനും തീരുമാനിക്കുന്നത് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത്. കായംകുളത്തെ നിഖിൽ തോമസിന്റെ BCom സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ആണെന്ന് സാക്ഷ്യപ്പെടുത്തത് ആരാ? SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആർഷോയാണ്. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ആരാ? സഖാവ് MV ഗോവിന്ദനാണ്. ഈ MV ഗോവിന്ദൻ മാസ്റ്റർ എന്നല്ല വിളിക്കുന്നത്, MV ഗോവിന്ദൻ മോൺസ്റ്റർ എന്നാ വിളിക്കുന്നത്. ഇത്രയും ക്രൂരമായിട്ടുള്ള തമാശകൾ പറയാ. ഈ തലസ്ഥാന നഗരിയിലെ പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയിലെ ഉത്തരവാദിത്തപ്പെട്ട ഡോക്ടർമാർ കൊടുത്ത മെഡിക്കൽ സർട്ടിഫിക്കറ്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആവശ്യപ്രകാരമല്ല, പാർട്ടിയിലെ ഉന്നത നേതാക്കന്മാരുടെ ആവശ്യപ്രകാരം വക്കീൽ ഹാജരാക്കിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ്. ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് പറയാനായിട്ട് എൻ്റെ അറിവനുസരിച്ചിട്ട് MV ഗോവിന്ദൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്, അല്ലാതെ അദ്ദേഹം ന്യൂറോ സർജൻ അല്ല. ഇനി രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ഒറിജിനൽ ആണെന്ന് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ദേശാഭിമാനിയിൽ വരുന്ന വാർത്ത, പോക്സോ കേസിലെ ഇരയുടെ മൊഴിയുണ്ടെന്ന് പറയുന്നത് മോൻസൺ മാവുങ്കലിന്റെ ചെമ്പോലയെ കുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലിരിക്കുന്ന ദേശാഭിമാനി പത്രത്തിൽ വന്നതാ. മറിയക്കുട്ടിയുടെ സ്വത്തുക്കൾ, സ്വിറ്റ്സർലൻഡിൽ വർക്ക് ചെയ്യുന്ന മകളുടെ വരുമാനം, ഇത്തരം കാര്യങ്ങളൊക്കെ നാളിതുവരെ അദ്ദേഹം തിരുത്തിയിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ സാക്ഷ്യപ്പെടുത്തൽ
കൊടുക്കൽ സാക്ഷ്യപത്രത്തെ ഞാൻ ആ വിലക്കേ കാണുന്നുള്ളൂ. ഇനി രണ്ടാമത്തത്, സനോജ് പറഞ്ഞൊരു കാര്യമുണ്ട്, ആർജവം ഉണ്ടെങ്കിൽ മാത്രമേ ജയിലിൽ പോകാനുള്ള ധൈര്യമുണ്ടെങ്കിൽ മാത്രമേ സമരത്തിൽ പങ്കെടുക്കാവുള്ളൂ എന്ന്. രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ധൈര്യക്കേടും ഉണ്ടായില്ല. അദ്ദേഹം ജയിലിൽ പോകാൻ തയ്യാറായി, അദ്ദേഹം ജയിലിൽ പോയി, ഒരു തർക്കമില്ല. അല്ലാതെ കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരനാണ്, ജാമ്യം തരണേ ഏമാനെ എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജരേഖ ചമച്ച് സർക്കാർ കോളേജിൽ പണിയെടുത്ത കെ വിദ്യയെ പോലെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അവധി ചോദിച്ച് ജയിലിൽ പോകാൻ. ഞാൻ പറയട്ടെ സനോജ, ഞാൻ പറയട്ടെ താങ്കളുടെ അവസരത്തിൽ പറഞ്ഞു, അല്ല നിങ്ങളുടെ വക്കീൽ പറഞ്ഞു, ഞാൻ പറയാം, എന്നിട്ട് താങ്കൾ പറഞ്ഞോ, ഞാൻ പറയട്ടെ സനോജ്, ഞാൻ പറയട്ടെ 2 സർക്കാർ കോളേജുകളിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ചമച്ച് ജോലി ചെയ്തതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കെ വിദ്യ കല്യാണം കഴിക്കാത്തതിന്റെ പേരിൽ ജാമ്യം വേണം, കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരിയാണെന്ന് പറഞ്ഞപ്പോൾ അതിന് ഒത്താശ ചെയ്തല്ലേ കാരണഭൂതന്റെ ആഭ്യന്തര വകുപ്പ്. ഇവിടെ രാഹുൽ മാങ്കൂട്ടം കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അവധി ചോദിച്ചിട്ടില്ല, ജയിലിൽ കിടക്കാൻ തയ്യാറായിട്ടുണ്ട്, തലകറക്കൽ നാടകം അഭിനയിച്ചിട്ടില്ല കെ വിദ്യയെ പോലെ. അല്ലെങ്കിൽ അകത്ത് പോയാൽ ഒരിക്കലെങ്കിലും പുറത്തു വരോ എന്ന് സംശയമുള്ള SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആർഷോയെ പോലെയുമല്ല. 40 കേസിലെയും വധശ്രമ കേസിലെയും കൂടെ പ്രവർത്തിക്കുന്ന, തങ്ങളുടെ തന്നെ മുന്നണിയിൽ പ്രവർത്തിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വനിതാ സഖാവിന്റെ പുറത്ത് ചവിട്ടി തന്തയില്ലാത്ത മക്കളെ പ്രസവിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതിന്റെ പേരിലൊന്നല്ല രാഹുൽ മാങ്കൂട്ടൻ ജയിലിൽ പോയത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ട് കേരളം കൊള്ളയടിക്കുന്ന കാരണഭൂതനെതിരെ സമരം ചെയ്തതിന്റെ പേരില. അതിന്റെ പേരിൽ നിങ്ങൾ യാതൊരു ദാക്ഷിണ്യവും ഞങ്ങൾക്ക് വേണ്ട. ആർജവമുള്ള നേതാവായിട്ട് തന്നെയാ അകത്തേക്ക് പോയത്. അതുപോലെ തന്നെ പുറത്തേക്ക് വരുമെന്ന് 100% ഉറപ്പുണ്ട്. ആർഷോയെ പോലെ പുറത്തു വരുമെന്നുള്ള പേടിയുള്ളത് കൊണ്ട് ഒളിച്ചു നടക്കേണ്ട ഗതികളൊന്നും രാഹുൽ മാങ്കൂട്ടത്തിന് ഇല്ല. ശ്രീ സനോജ് നോക്കൂ, ഇപ്പോൾ ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞു. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് എങ്ങനെയാണ് CPM-ന് പ്രഖ്യാപിക്കാൻ കഴിയുക എന്നുള്ളത് ഒന്നാമത്തെ വശം. ഇപ്പോൾ കോടതി അദ്ദേഹത്തിന്റെ വൈദ്യപരിശോധനയ്ക്ക് നിർദ്ദേശിച്ചു, 2 തവണ നിർദ്ദേശിച്ചു. തുടർന്ന് സർക്കാർ സംവിധാനത്തിൽ ജനറൽ ഹോസ്പിറ്റലിൽ തന്നെ പരിശോധന നടത്തിയിട്ട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന ഡോക്ടർമാരുടെ അഡ്വൈസും കൊടുത്തു. ഇത്രയും കാര്യങ്ങൾ വസ്തുതയാണ്. പക്ഷെ അതിന് മുൻപ് അദ്ദേഹം ആശുപത്രിയിൽ കടന്നതിനെ റദ്ദാക്കി കളയുന്നൊരു വിഷയമൊന്നും അല്ലല്ലോ. അതിപ്പോൾ ആർക്കും പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമല്ലേ. ഈ അറസ്റ്റും കേസും ഒക്കെ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സ തേടിയിരുന്നു. ആ ചികിത്സ തേടിയതിൻ്റെ ഭാഗമായി ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു. അങ്ങനെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഏത് ആശുപത്രിയിൽ പോയാലും അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് വിടുമ്പോൾ ഡിസ്ചാർജ് സമ്മറി കൊടുക്കുമല്ലോ. ആ ഡിസ്ചാർജ് സമ്മറി വക്കീല് ഇദ്ദേഹത്തിൻ്റെ കേസ് സ്ട്രോങ് ആവാൻ വേണ്ടി അവിടെ ഹാജരാക്കിയിട്ടുണ്ടാവും. അതിനപ്പുറത്ത് ഇത് വ്യാജമാണ്, ഇല്ലാത്തതാണ്, ഈ കേസിൽ ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്നൊക്കെ പറയുന്നതിൽ എന്താണ് വസ്തുത? അഭിലാഷേ, ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞത് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് നേരെ അമ്മയെ കാണാൻ വേണ്ടി എത്തിയ രാഹുൽ എന്നല്ലേ അദ്ദേഹം പറഞ്ഞത്. ഈ കഴിഞ്ഞ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ കൊല്ലത്തെ കലോത്സവത്തിൽ നല്ല ആവേശത്തോടു കൂടി നല്ല പാട്ടൊക്കെ കൈകൊട്ടി പാട്ടൊക്കെ പാടുന്ന ഇത് നമ്മൾ കണ്ടത്, നല്ല വീഡിയോ ഒക്കെ അതിൻ്റെ ഭാഗമായി കണ്ടിട്ടുണ്ട്. അപ്പോൾ കൊല്ലത്തെ കലോത്സവം കഴിഞ്ഞിട്ടാണ് രാഹുൽ മാങ്കൂട്ടം വീട്ടിലേക്ക് വന്നത്. പോട്ടെ, ഇനിയിപ്പോൾ പുറത്തൊക്കെ വീട്ടിലെത്തി അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ലെന്ന് അവർ പറയുന്നു, അത് അവരുടെ വാദമായി അവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് ആശുപത്രിയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നു എന്നൊക്കെ പറയുന്നതിൽ കുറച്ച് അതിശയോക്തിയുണ്ട്. ഇതൊക്കെ നാട് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ഈ വ്യാജ കാർഡ് അല്ലെങ്കിൽ വ്യാജ നമ്മുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, അത് കേരളത്തിലെ ജനങ്ങൾ സംശയിച്ചതിൽ എന്താ തെറ്റ് അഭിലാഷേ? എന്താ തെറ്റ്? ഇപ്പോൾ പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റിനെ കുറേ കാലമായി കാണാനില്ലല്ലോ. എവിടെ പോയി അയാൾ? ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സന്തത സഹചാരികളെയാണല്ലോ ഈ രക്ഷപ്പെടുന്നതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാറിൽ വെച്ച് കസ്റ്റഡിയിലെടുത്തത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാർ കസ്റ്റഡിയിലെടുത്തല്ലോ. ഏതായിരുന്നു കേസ്? വ്യാജ ID കാർഡ് ഉണ്ടാക്കിയ കേസ്. ആരായി വിഷയം മുന്നോട്ട് കൊണ്ടുവച്ചത്? DYFI ആണോ ആദ്യം തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ കൊണ്ടുവന്നത്? ഈ മാതൃഭൂമി ഇതേ ചർച്ചാ വേദിയിൽ വെച്ചല്ലേ ഫർസിൻ മജീദിനെ നിങ്ങളുടെ ആങ്കർ ഫോൺ വിളിച്ചത്? ഫർസിൻ മജീദ് എന്നാൽ യൂത്ത് കോൺഗ്രസിൻ്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റായി മത്സരിച്ച KPCC പ്രസിഡന്റിൻ്റെ ഉറ്റ അനുയായി, കണ്ണൂരിലെ I വിഭാഗത്തിൻ്റെ ആള്. ഫർസിൻ മജീദ് പറഞ്ഞല്ലോ, എനിക്ക് 4500ഓളം വോട്ട് കിട്ടേണ്ടതായിരുന്നു, പക്ഷേ ഈ വ്യാജ പ്രസിഡന്റായിട്ടുള്ള ഇവൻ്റെ പേര് പറഞ്ഞിട്ടില്ല, അത് മാത്രമേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് ഫർസിൻ മജീദ് പറഞ്ഞിട്ടില്ലാതേ ഉള്ളൂ. എനിക്ക് കിട്ടേണ്ട 4500 വോട്ട് ഇവരെന്തൊക്കെയോ കളിച്ച് വ്യാജ കാർഡ് ഉണ്ടാക്കിയിട്ട് എന്നെ തോപ്പിച്ച് കളഞ്ഞു എന്ന് ഇയാൾ പറഞ്ഞല്ലോ. കോഴിക്കോടെ യൂത്ത് കോൺഗ്രസ് നേതാവ് കേസ് കൊടുത്തല്ലോ DGPക്ക്. എറണാകുളത്ത് കേസുണ്ടല്ലോ, കോട്ടയത്ത് കേസുണ്ടല്ലോ. കേസില്ലാത്ത ഏതെങ്കിലും ജില്ലയുണ്ടോ? വ്യാജ കാർഡ് അടിച്ചിട്ട്
സംഘടനാ തെരഞ്ഞെടുപ്പിനെ നേരിട്ട ആളല്ലേ ഈ വ്യാജ പ്രസിഡന്റ്? അങ്ങനെയല്ലേ ഇയാൾ പ്രസിഡന്റ് ആവുന്നത്? അല്ല ശ്രീ സനോജ്, അത് യൂത്ത് കേസാണല്ലോ. കോൺഗ്രസിന്റെ ഇപ്പോഴുള്ള സംസ്ഥാന നേതൃത്വത്തിലെ ഒരു വലിയ നിര തന്നെ ഇയാൾ അംഗീകരിച്ചല്ലോ. രാഹുൽ അപ്പൊ ഇയാൾ കൊണ്ടുപോകുന്ന സർട്ടിഫിക്കറ്റ് പരിശോധിക്കണം. അതിൽ ആളുകൾ സംശയം പ്രകടിപ്പിച്ച വ്യാജമായ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി നിയമവിരുദ്ധമായ പ്രവർത്തനം നടത്തിയെങ്കിൽ ആ കാര്യം അന്വേഷിച്ച് അതിന്റെ വസ്തുത അനുസരിച്ച് നടപടികൾ എടുക്കുക എന്നുള്ളതാണ് ചെയ്യാൻ കഴിയുന്ന കാര്യം. താങ്കൾ സൂചിപ്പിച്ചതുപോലെ പരാതിയുണ്ട്, അന്വേഷിച്ചു വരികയാണല്ലോ. ആ കാര്യത്തിൽ എന്തൊക്കെയാണോ നടന്നിട്ടുള്ളത് അതൊക്കെ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് നടപടി എടുക്കട്ടെ. അങ്ങനെ ഒരു വ്യാജ കാർഡ് ആരോപണം സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഈ ഡിസ്ചാർജ് സമ്മറി വ്യാജമാണെന്ന് എങ്ങനെയാണ് ആരോപിക്കുക? നമ്മൾ എന്ത് പറയുന്നതിനും വസ്തുത വേണ്ടേ? പറയാൻ കഴിയില്ല. വ്യാജമാണോ എന്ന് ആളുകൾ സംശയിച്ചാൽ ആ സംശയിക്കുന്ന ആളുകളെ എന്തിനു കുറ്റപ്പെടുത്തണം അഭിലാഷേ? അല്ല, അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. വ്യാജമാണ് കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം ഇവൻ സ്വന്തം സഹപ്രവർത്തകരെ സ്വന്തം സംഘടനയെ വഞ്ചിച്ചവരാണ്. സ്വന്തം സഹപ്രവർത്തകരെ തോൽപ്പിക്കാൻ വ്യാജ ID കാർഡ് ഉണ്ടാക്കിയ ഈ തട്ടിപ്പ് വീരനാണ് ഇയാൾ. ഇത് പറയുന്നത് DYFI അല്ല, ആ സംഘടനയിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്. DGPക്ക് മുന്നിൽ പരാതിയുമായിട്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പോയിട്ടുണ്ട്. കോൺഗ്രസിന്റെ സമന്വിതമായ നേതൃത്വത്തിന് പരാതി കൊടുത്തിട്ടുണ്ട്. എത്രയെത്ര കേസുകൾ ഇപ്പോഴുണ്ട്. അപ്പൊ ഇയാളെ സംശയിക്കാനേ പാടില്ല എന്നൊക്കെ കോൺഗ്രസിന്റെ DCC ഓഫീസിലോ KPCC ഓഫീസിലോ പറഞ്ഞാൽ അവിടെയുള്ള ആളുകൾ അങ്ങനെ അനുസരിക്കുമായിരിക്കും. പക്ഷെ കേരളം അങ്ങനെ അനുസരിക്കുന്ന പ്രശ്നമില്ല. കേരളീയ സമൂഹത്തിന് മുന്നിൽ രാഹുൽ മാങ്കൂട്ടം വ്യാജ പ്രസിഡന്റാണ്. വ്യാജ ID കാർഡ് ഉണ്ടാക്കാൻ നേതൃത്വം കൊടുത്ത ആളാണ്. സ്വന്തം സഹപ്രവർത്തകരെ വഞ്ചിച്ച ആളാണ്. രാജ്യദ്രോഹ കുറ്റം ചെയ്ത ആളാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് 3 തവണ ഈ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാണ്. ഇവരിപ്പോൾ വലിയ ധീരതയെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. എന്ത് ധീരതയാ പറഞ്ഞത്? ജയിലിൽ പോകുന്ന ഘട്ടത്തിൽ എങ്ങനെയെങ്കിലും ഈ ജയിൽ മാസം ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ലേ 3 തവണ സർട്ടിഫിക്കറ്റ് കൊടുത്തത്? എന്നിട്ട് പിന്നെയും അതിനെ വന്ന് ന്യായീകരിക്കലാണോ? ഇതൊന്നും സാധാരണ ആളുകൾ അറിഞ്ഞിരുന്നില്ല. നിങ്ങൾ ചർച്ച നടത്തിയോണ്ട് നന്നായി. 3 തവണയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വക്കീൽ മുഖാന്തിരം മജിസ്ട്രേറ്റിനെ കണ്ടിട്ട് ഈ അസുഖത്തിന്റെ സർട്ടിഫിക്കറ്റ് കൊടുത്തത്. 3 തവണ. അല്ല, പക്ഷേ വീണ്ടും അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിശോധിച്ചു. ഇയാൾക്ക് ഒരു പ്രശ്നമില്ല എന്ന് സാക്ഷ്യപ്പെടുത്തി. അല്ലെങ്കിൽ ഡിസ്ചാർജ് സമ്മറി വ്യാജമാണ് എന്ന് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? അത് സംബന്ധിച്ച് എന്തെങ്കിലും അന്വേഷണം നടത്തിയിട്ടാണോ? ഇയാളെ ഡിസ്ചാർജ് ചെയ്തിട്ടില്ല, ഇങ്ങനെ ഒരു വാദമുണ്ടോ? അത് കണ്ടുപിടിക്കാൻ കഴിയുന്ന കാര്യമാണ്. മുമ്പ് വ്യാജ തെരഞ്ഞെടുപ്പ് കാർഡുമായി ബന്ധപ്പെട്ട ആരോപണം ഉണ്ടെന്ന് കരുതി പിന്നെ ബാക്കിയെല്ലാം വ്യാജമാണ് എന്ന് പറയുന്നതിന്റെ യുക്തി എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ ഒരു ആരോപണം അങ്ങനെ നാട്ടുകാർ സംശയിച്ചു പോയാൽ അത്ഭുതപ്പെടാനില്ല എന്നല്ല പറഞ്ഞത്. വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി എന്നാണ് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം മുതൽ നിങ്ങൾ ഓരോരുത്തരും പറയുന്നത് അതാണ്, വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെന്ന്. അങ്ങനെ വ്യാജ സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കിയത് എന്ന കാര്യത്തിൽ എന്തുറപ്പുണ്ട് നിങ്ങൾക്ക്? ഒന്നാമത്തെ ചോദ്യം. 2, ഒരാളുടെ രോഗാവസ്ഥ സംബന്ധിച്ച് ആധികാരികമായി അതിലൊരു പഠനം നടത്താതെ ഇത് ഇയാൾ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നതായിരിക്കുമെന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക? പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് ഇപ്പോൾ 15-20 ദിവസം ജയിലിൽ കിടക്കുന്നത് അവരെ സംബന്ധിച്ച് വലിയ ഇൻവെസ്റ്റ്മെന്റ് അല്ലേ? ഒരു രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ച് ഒരു 15 ദിവസം ജയിലിൽ കിടക്കാൻ കഴിയാതെ 3 തവണ വ്യാജരേഖ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? മലയാളത്തിൽ വ്യാജൻ എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടമാണ് എന്ന് പര്യായ പദത്തിന്റെ ഭാഗമായി ചേർത്തിരിക്കുന്നു. അത് ഞങ്ങളുടെ കുറ്റമല്ല, അത് യൂത്ത് കോൺഗ്രസിന്റെ ആളുകൾ തന്നെ കൊടുത്ത പുറത്തുവിട്ട പരാതിയും അതുമായി ബന്ധപ്പെട്ട കാര്യത്തിന്റെയും അടിസ്ഥാനത്തിലാണ് കേരളീയ സമൂഹത്തിൽ അങ്ങനെ ഒരു ബോധമുണ്ടായത്. അതിനിപ്പോൾ ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യം? അതൊക്കെ വ്യാജ കാർഡ് ഉണ്ടാക്കുമ്പോൾ ആലോചിക്കേണ്ട കാര്യമല്ലേ? ശരി, പറയൂ ശ്രീ ജിൻഡോ ജോൺ മറുപടി. അല്ല, അഭിലാഷ എത്രയോ വട്ടം ചോദിച്ചു. സനോജ് ആ കാര്യം ഒഴിച്ച് ബാക്കി ഒരുപാട് അദ്ദേഹത്തിൻ്റെ അറിവുകൾ ഇവിടെ പങ്കുവെച്ചു പോയി. ഞാൻ ചോദിക്കുന്നത്, MV ഗോവിന്ദൻ എന്ന് പറയുന്ന CPMന്റെ സംസ്ഥാന സെക്രട്ടറി എങ്ങനെ അറിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചികിത്സാ രേഖകൾ വ്യാജമാണെന്ന്? അദ്ദേഹം ഒരു ഡോക്ടറല്ല. അദ്ദേഹത്തിന് അങ്ങനെ പരിശോധിച്ച ഏത് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞത്? സനോജ് പറയുന്നത് ആരെങ്കിലും സംശയിച്ചാലെന്ന്. സംശയത്തിന് ഇട നൽകാതെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ വ്യാജരേഖ ഉപയോഗിച്ചു എന്ന് തന്നെയാണ് പറഞ്ഞത്. അതൊരു പക്ഷേ വ്യാജ സത്യവാങ്മൂലം കൊടുത്ത് കേസിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ച ആർഷോയുടെ ഒരു അനുഭവം വെച്ചിട്ടായിരിക്കാം ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞത്. അല്ലെങ്കിൽ മലയാള മനോരമ പത്രത്തിനെതിരെ വ്യാജ വാർത്ത കൊടുത്തതിൻ്റെ പേരിൽ അവസാനം കേസിൽ നിന്ന് ഊരാൻ വേണ്ടിയിട്ട് മാപ്പ് പറഞ്ഞ് കാല് പിടിച്ചൊഴിവായ പിണറായി വിജയന്റെ ചരിത്രം പരിശോധിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഓർമ്മ വന്നിട്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ നമ്മുടെ കേരളത്തിലെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ സമരം ചെയ്യുമ്പോൾ അറസ്റ്റ് ചെയ്യുന്ന പോലീസ് അവരെ റിമാൻഡ് ചെയ്യുന്ന സാഹചര്യം വരുമ്പോൾ മെഡിക്കൽ റിപ്പോർട്ട് എടുക്കുന്നത് എങ്ങനെയാണെന്ന് സനോജിനും അറിയാം, എനിക്കും അറിയാം. ആ ഗവൺമെന്റ്
ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ എത്തരത്തിലുള്ള പരിശോധനകളൊക്കെ നടത്തുന്നതെന്ന് ഒന്ന് BP-യും ഒന്ന് ടെമ്പറേച്ചറും ഒക്കെ നോക്കിയിട്ട് ഒരു റിപ്പോർട്ട് എഴുതി കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അതിനപ്പുറത്ത് ന്യൂറോ സർജന്റെ വിദഗ്ധ അഭിപ്രായം തേടിയിട്ടല്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള നടപടി സ്വീകരിച്ചത്. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. പക്ഷേ നമ്മൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത് കേരളത്തിലെ എങ്ങനെയാണ് അറസ്റ്റ് നടക്കുന്നതെന്ന് മാധ്യമ പ്രവർത്തകർക്കും ചെറുപ്പക്കാരായിട്ടുള്ള യുവജന വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാർക്കും അറിയാം. അത് മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു ചർച്ച ശരിയല്ല. അടുത്തത്, നിങ്ങൾ വ്യാജരേഖയെക്കുറിച്ച് പറഞ്ഞു. നിങ്ങളുടെ ദേശാഭിമാനി പത്രം എഴുതുകയും കേരളത്തിലെ മുഴുവൻ ബൂത്തുകളിലുമുള്ള പാർട്ടി സഖാക്കന്മാർ പ്രഘോഷിക്കുകയും പ്രസംഗിക്കുകയും ചെയ്ത അൻസർ ജലീലിന്റെ KSU നേതാവിന്റെ സർട്ടിഫിക്കറ്റ് ഇന്ന് നിങ്ങളുടെ തന്നെ പോലീസ് റിപ്പോർട്ട് കൊടുത്തില്ലേ? അത് വ്യാജ വാർത്തയായിരുന്നു, വ്യാജ പരാതിയായിരുന്നു എന്ന് നിങ്ങൾ മാപ്പ് പറഞ്ഞോ? ഖേദം പ്രകടിപ്പിച്ചോ? ഇനി രാഹുലിന്റെ കാറ്, നിങ്ങൾ വ്യാജ ID കാർഡ് ആണല്ലോ പറയുന്നത്. നിങ്ങളുടെ പോലീസ് റിപ്പോർട്ട് എന്തായിരുന്നു? രാഹുലിനെ പ്രതി ചേർക്കും, നാളെ പ്രതി ചേർക്കും, അറസ്റ്റ് ചെയ്യാൻ പോകുന്നു. എന്നിട്ട് എന്താ സംഭവിച്ചത്? ചോദ്യം ചെയ്യാൻ വിളിച്ചല്ലോ. എന്ത് നടപടി സ്വീകരിക്കാൻ പറ്റി? രാഹുലിന്റെ കാർ വിട്ടുകൊടുത്തില്ലേ? കോടതിയിൽ ചെന്നപ്പോൾ അത് രാജ്യദ്രോഹ കുറ്റമെന്നല്ല പറഞ്ഞേ. കോടതിയിൽ നിന്ന് പ്രതികളായിട്ട് നിങ്ങൾ ചുമത്തിയ ആ കുട്ടികൾക്ക് ജാമ്യം കൊടുത്തു വിട്ടില്ലേ? നിങ്ങൾക്ക് എന്ത് മറുപടി അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇനി നിങ്ങൾ ഈ പരാതി പറയുന്നവർ ഇതേ പാർട്ടിയിൽ നിന്നുള്ളവരാണ് എന്ന് പറയുന്നത് ചിലപ്പോൾ കായംകുളത്തെ നിഖിൽ തോമസിനെതിരെ പരാതി കൊടുത്ത SFIക്കാരുടെ ചരിത്രം ഓർമ്മിപ്പിച്ചിട്ടായിരിക്കും സ്വന്തം പാർട്ടിക്കാർ തന്നെ പരാതി കൊടുത്തതിനെക്കുറിച്ച് താങ്കൾ പറയുന്നത്. എനിക്ക് അതിനപ്പുറത്തൊന്നും പറയാനില്ല. പക്ഷേ സനോജും ഞാനും ഒക്കെ കേരളത്തിലെ യുവജനങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന ആളുകളാണ്. നിങ്ങളുടെ SFIയുടെ ജില്ലാ കമ്മിറ്റി അംഗത്തെ വെളുപ്പാങ്കാലത്ത് അറസ്റ്റ് ചെയ്ത പോലീസ് നടപടി ശരിയല്ല എന്നും ആ SIയെ പട്ടിയെ പോലെ തല്ലുമെന്ന്, തെരുവിൽ തല്ലുമെന്ന് SFIയുടെ അഖിലേന്ത്യാ കമ്മിറ്റി അംഗം ഹസൻ മുബാറക്ക് ചാലക്കുടിയിൽ പരസ്യമായിട്ട് പ്രസംഗിക്കുകയും ചെയ്തപ്പോൾ അത് എന്ത് നീതിയുടെ പുറത്ത്? അതേ നീതി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനും വെളുപ്പാങ്കാലത്ത് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ ആപ്ലിക്കബിൾ അല്ലേ എന്ന എൻ്റെ ചോദ്യത്തിന് ഉത്തരം സനോജ് ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല. ശരി, ശ്രീ VK സനോജ്, ഇതൊന്ന് നോക്കൂ. ഇതിപ്പോൾ കേരളത്തിൽ ഈ നവകേരള സദസ്സ് തുടങ്ങുന്നു, അതിനുശേഷം യൂത്ത് കോൺഗ്രസ് സമരം നടത്തുന്നു. സമരങ്ങളൊക്കെ അതിൻ്റെ ഒരു ആലങ്കാരിക രൂപത്തിൽ അതങ്ങ് നടന്നു പോയിക്കൊണ്ടേനെ. അന്നേരമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ DYFIക്കാർ അങ്ങോട്ട് പോയി ആക്രമിക്കുന്നത്. അത് കേരളം ആകെ തുടർന്നു. യൂത്ത് കോൺഗ്രസ് തിരിച്ചടിക്കാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു വളരെ കാലത്തിന് ശേഷമാണ്, കുറേ കാലത്തിന് ശേഷമാണ് യൂത്ത് കോൺഗ്രസ് വലിയ സമരമൊക്കെ നടത്തി അവരിങ്ങനെ പോലീസുമായിട്ടൊക്കെ നേർക്കുന്നവർ പോരാട്ടത്തിനൊക്കെ വരുന്നത്. ആ നിലയിൽ അവർ വളരെ ഊർജ്ജസ്വലമായ നിലയിൽ സമരം നടത്തുന്നു, തല്ലുണ്ടാക്കുന്നു, തല്ല് കൊള്ളുന്നു, പ്രസിഡന്റ് അകത്തു പോകുന്നു. ഈ പറഞ്ഞതുപോലെ പ്രസിഡന്റിന് വലിയ ഒരു ദിവസത്തെ മുഴുവൻ ടെലിവിഷൻ കവറേജും മീഡിയ കവറേജും കിട്ടുന്നു. അദ്ദേഹത്തിന് വേണ്ടി സമരങ്ങൾ ഉണ്ടാകുന്നു. ഇതിൻ്റെയൊക്കെ രാഷ്ട്രീയമായ നേട്ടം ആർക്കാണ്? അത് ആലോചിച്ചാൽ മതി. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇങ്ങനെ ആ സർട്ടിഫിക്കറ്റ് വ്യാജമാണോ അല്ലയോ എന്നൊക്കെയുള്ള തർക്കത്തിനപ്പുറത്ത് ഇപ്പോൾ വ്യാജ ഐഡന്റിറ്റി കാർഡുമായി ബന്ധപ്പെട്ട കേസ് പോലീസിന് ഇനിയും തുടരാവുന്നതാണ്. അക്കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതി ചേർക്കാൻ എന്തെങ്കിലും വസ്തുത ഉണ്ടെങ്കിൽ ചേർക്കാവുന്നതുമാണ്. ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ. അതിനപ്പുറത്ത് യൂത്ത് കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ലോഞ്ച് ചെയ്ത് കൊടുക്കുന്ന പണിയാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അഭിലാഷ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നമ്മുടെ സംസ്ഥാനം നിയമവാഴ്ചയുള്ള സംസ്ഥാനമാണ്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് നേതാവിൻ്റെ മുൻ നേതാവുണ്ടായിരുന്നു മറ്റേ മണിപ്പൂരിൽ ബീരൻ സിംഗ്. ആ ബീരൻ സിംഗിൻ്റെ സംസ്ഥാനത്ത് നിയമവാഴ്ചയില്ല. പക്ഷേ ഇത് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളമാണ്. ഇവിടെ നിയമവാഴ്ചയുണ്ട്. അപ്പോൾ നിയമവാഴ്ചയുടെ ഭാഗമായി പോലീസ് എടുത്ത ഒരു സ്വാഭാവിക നടപടി മാത്രമാണ്. ഈ സ്വാഭാവികമായിട്ടുള്ള, ഈ സാധാരണമായിട്ടുള്ള ഈ നടപടിക്രമത്തെ എങ്ങനെയാണ് പർവ്വതീകരിച്ച് ഇതൊരു മഹാസംഭവമാണ് എന്ന മട്ടിൽ അവതരിപ്പിക്കുന്നത്? മാധ്യമ വിദ്യാർത്ഥികൾ, കേരളീയ സമൂഹം വളരെ ആഴത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ചർച്ചകൾ ഉണ്ടാവുന്നു? ചില വാർത്തകൾ പർവ്വതീകരിക്കുകയും ചിലത് തമസ്കരിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതൊന്നും അത്ര നിഷ്കളങ്കമായി കാണേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നേയില്ല. ഞാൻ പറഞ്ഞു, കേരളത്തിൻ്റെ സമരചരിത്രത്തിൻ്റെ, യുവജന വിദ്യാർത്ഥി പോരാട്ടത്തിൻ്റെ കഴിഞ്ഞ ഭൂതകാലം നമ്മൾ മറന്നു പോകരുത്. അപ്പം നിരവധിയായ ഇത്തരം സംഭവങ്ങൾ ഇപ്പം മന്ത്രിസഭയിലുള്ള പലരും അതിഭീകരമായ ഈ പോലീസ് വേട്ടയ്ക്ക് വിധേയമായവരാണ്. അപ്പോഴൊന്നും ഒരു മാധ്യമത്തിലും ഇങ്ങനെ തുടർച്ചയായ ചർച്ചയുണ്ടായിട്ടില്ല. ഇവിടെ സാധാരണമായ ഒരു നടപടി ഉണ്ടായപ്പോൾ മാധ്യമങ്ങളിൽ ഇങ്ങനെ തുടർച്ചയായി ചർച്ച വരുന്നത് തന്നെ വളരെ കൃത്യമായ ചില പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള കടുത്ത രാഷ്ട്രീയമായ ഒരു വിമർശനം ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ ഈ സർട്ടിഫിക്കറ്റ് കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടം വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടില്ല എന്നാണോ ഈ നാട് വിശ്വസിക്കേണ്ടത്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഇതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് ആരോപണം ഉന്നയിക്കപ്പെട്ടത് എവിടെ വന്ന? ആദ്യം ഇവിടെ അഖിലേന്ത്യാ ഘടകത്തിലുണ്ടാവുന്ന പരാതി, സംസ്ഥാന പോലീസ് മേധാവിക്ക് കൊടുക്കുന്ന പരാതി, ഇതുമായി ബന്ധപ്പെട്ട പലരും പലതരത്തിൽ പങ്കുവെക്കുന്ന പരാതികൾ, ഇതെല്ലാം യൂത്ത് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്. ഇപ്പോൾ ഫർസിൻ മജീദ് ടെലിഫോൺ ചർച്ചയിൽ തന്നെ വന്ന് പറഞ്ഞു, ഞാൻ യഥാർത്ഥത്തിൽ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ആവേണ്ട ആളായിരുന്നു, പക്ഷേ ഈ വ്യാജ കാർഡ് വെച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചിരിക്കുന്നു.
എനിക്ക് കിട്ടേണ്ട ആയിരക്കണക്കിന് വോട്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് അയാൾ പറയുന്നുണ്ടായല്ലോ. ഈ വ്യാജ പ്രസിഡന്റ് പങ്കെടുത്ത ഈ കണ്ണൂർ ജില്ലയിലെ അവരുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ നിന്ന് ഈ ഫർസിൻ മജീദ് വിട്ടുനിന്നല്ലോ. അപ്പോൾ ഇത് പറയുന്ന ഞങ്ങളാണോ കുറ്റക്കാർ? അടിമുടി വ്യാജമാണ് യൂത്ത് കോൺഗ്രസ്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ വിവിധ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വിവിധ കേസുകളിൽ അകത്തുപോയി. കൊല്ലത്ത് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ കേസിലാണ് ആളുകൾ പോയത്. മലപ്പുറത്ത് തുവ്വൂരിൽ തൻ്റെ സുഹൃത്തിനെ, ഒരു യുവതിയെ കൊന്നു കുഴിച്ചിട്ടു വീട്ടുമുറ്റത്ത്. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു, ആളെ കാണുവാനില്ല എന്ന് പറഞ്ഞ്. ഈ കൊന്നു കുഴിച്ചിട്ട കക്ഷി തന്നെ പോസ്റ്റർ ഒട്ടിക്കുന്നു. എന്താ പോസ്റ്റർ ഒട്ടിക്കുന്നത്? ആ തുവ്വൂർ പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച് എന്ന് പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോസ്റ്റർ ഒട്ടിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറിയാണ്. ഇപ്പോൾ വേറൊരുത്തരെ പിടിച്ചു. എന്താ കേസെന്നറിയുമോ? റെയിൽവേ പാളം, അതിൻ്റെ ഇരുമ്പ് മോട്ടിച്ച് വിറ്റ കേസിലാണ് ഒരുത്തരെ പിടിച്ചത്. അപ്പം ഇങ്ങനെയുള്ള പല കേസുകളിൽപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ പേരുകളും സമൂഹത്തിൻ്റെ പൊതുബോധത്തിൽ അങ്ങനെ തങ്ങി നിൽക്കുന്നില്ല. കാരണം വൈകുന്നേരങ്ങളിൽ നമ്മളെ ഇതുപോലെയുള്ള ചർച്ചകൾ വളരെ കുറവായിരുന്നു. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാളാണെങ്കിൽ, എന്തെങ്കിലും അങ്ങനെ ഒരു കുറ്റമാണെങ്കിൽ വളരെ കൃത്യമായിട്ടും തുടർച്ചയായ ചർച്ചകൾ നടത്തി ആ പേര് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വെക്കും. അതൊക്കെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഇതൊക്കെ മാധ്യമ വിദ്യാർത്ഥികളും കേരളീയ സമൂഹവും ആഴത്തിൽ പഠനത്തിന് വിധേയമാക്കേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അടിമുടി വ്യാജമാണ്, അടിമുടി തട്ടിപ്പ് സംഘമാണ്. സ്വന്തമായി സംഘടനാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കേഡർമാരെ പോലും അണിനിർത്താൻ കഴിയാത്തവർ വ്യാജ മേൽവിലാസമുണ്ടാക്കി, വ്യാജ കാർഡുണ്ടാക്കിയിട്ട് സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തി ഒരു വ്യാജ പ്രസിഡന്റ് ഉണ്ടായിരിക്കുന്നു. ഇതാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോഴത്തെ അവസ്ഥ. നിങ്ങൾ പറയുമ്പോൾ യൂത്ത് കോൺഗ്രസ് ആകെ അങ്ങ് ജ്വലിച്ചു നിന്ന് കേരളത്തിന് എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടി സമരം നടത്തിയിട്ടൊന്നുമില്ല. എന്ത് സമരം ഇവർ നടത്തിയത്? കേരളത്തിലെ കേരളയിൽ വിരുദ്ധ സമരമാണോ യൂത്ത് കോൺഗ്രസിന്റെ സംഭാവന? ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടുമായിരുന്ന, ഈ നാട് ഒരു വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള കുതിപ്പ് ഏറ്റവും ശക്തിപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ കേരളത്തിന്റെ വികസനം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ആഭാസ സമരമല്ലേ കേരളയിൽ വിരുദ്ധ സമരം? ഇന്ന് കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ ആർക്കെങ്കിലും സമാധാനത്തിൽ യാത്ര ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഇവിടെ DYFI അത്തരം വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതിശക്തമായ ഒരു സമരത്തിന് നേതൃത്വം കൊടുക്കുന്നു. ഈ 2024 ജനുവരി മാസം 20-ാം തീയതി ഒരു മനുഷ്യ ചങ്ങല സൃഷ്ടിക്കുകയാണ്. ആ മനുഷ്യ ചങ്ങലയുടെ മുദ്രാവാക്യം കേരളത്തിൽ ഒരു മാധ്യമവും ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. കേരളത്തിന്റെ തെരുവുകൾ മുഴുവൻ ഞങ്ങൾ മനുഷ്യ ചങ്ങലയുടെ മുദ്രാവാക്യം എഴുതി വെച്ചപ്പോഴും ഒരു മുഖ്യധാര മാധ്യമവും ആ വിഷയം സംബന്ധിച്ച് ഒരു അര വാർത്ത അതാണോ ഇവിടെ ഞാൻ പറയട്ടെ, അല്ലെ യൂത്ത് കോൺഗ്രസ് നടത്തിയ നിങ്ങൾ പറഞ്ഞല്ലോ വലിയ ആവേശമുള്ള സമരം നടത്തിയെന്ന്. എങ്ങനെയാണ് മുന്നോട്ട് പോക്കിന് സഹായകരമായിട്ടുള്ള എന്ത് മുദ്രാവാക്യമാണ് അഭിലാഷ് പറ? യൂത്ത് കോൺഗ്രസോ മോർച്ചയോ മുന്നോട്ട് വെച്ച മുദ്രാവാക്യമായി വരില്ല. ഇതിപ്പോ യൂത്ത് കോൺഗ്രസിനെതിരെ താങ്കൾ കുറെ രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചു. അതിനുള്ള മറുപടി ജിൻഡോ ജോൺ പറയട്ടെ. പക്ഷെ ഇവിടെ നോക്കൂ, ഇവിടെ മാധ്യമങ്ങളിലേക്ക് വരുന്ന, അല്ലെങ്കിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളായി വരുന്ന, അല്ലെങ്കിൽ പൊതുസമൂഹം ചർച്ചയായി വരുന്ന വിഷയങ്ങൾ ഏതാണ്? ഇപ്പോ ഒരുപാട് സംഘടനാ സമര പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാറുണ്ട് വിവിധ യുവജന സംഘടനകൾ. അതെല്ലാം പൊതു സമൂഹം ആകെ ചർച്ച ചെയ്യുന്ന നിലയിലേക്കൊന്നും വരാറില്ല. നിങ്ങൾ ക്യാമ്പയിൻ നടത്താറുണ്ട്, നിങ്ങൾക്ക് അതിനുള്ള മാർഗ്ഗങ്ങളുണ്ട്, എല്ലാ സംഘടനകൾക്കും ഉണ്ട്. അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇപ്പോൾ ഒരു സമരത്തിൽ വലിയ സംഘർഷം ഉണ്ടായി, അല്ലെങ്കിൽ വലിയ ലാത്തിച്ചാർജ് ഉണ്ടായി, അത് സ്വാഭാവികമായി ശ്രദ്ധയിലേക്ക് വരും, അല്ലെങ്കിൽ അത് ചർച്ചയിലേക്ക് വരും. ഇവിടെ ഇപ്പോൾ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ചർച്ചയാവുന്നു, അല്ലെങ്കിൽ അത് വിഷയമാവുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളൊരു ജനാധിപത്യ സമൂഹമാണ്. ജനാധിപത്യ സമൂഹത്തിൽ ഒരു യുവജന സംഘടനയുടെ നേതാവിന് എതിരെ സാധാരണ നിലയിൽ ഉണ്ടാവാൻ പാടില്ലാത്ത വിധത്തിലുള്ള ഒരു പോലീസ് ആക്ഷൻ ഉണ്ടാവുന്നു. അയാളെ നോട്ടീസ് അയച്ച് വിളിപ്പിക്കാം, ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാം, വരാൻ പറഞ്ഞ് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കാം. ഇതൊക്കെ സംഭവിക്കാമെന്നിരിക്കെ വളരെ നാടകീയമായി, ഞാൻ ഇന്നലെ പറഞ്ഞു ചർച്ചയിൽ, ഹിസ്ബുൾ മുജാഹിദീന്റെ ഭീകരനെയൊക്കെ പിടിക്കാൻ പോകുന്ന മട്ടിൽ ഉള്ള ഒരു പിടിക്കാൻ പോകൽ, ഒരു ആക്ഷൻ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ അത് സ്വാഭാവികമായും ചർച്ചയാവും എന്നുള്ള കാര്യം മാത്രമേ അക്കാര്യത്തിനകത്തുള്ളൂ. അതിലിപ്പോ യൂത്ത് കോൺഗ്രസ് എന്നോ DYFI എന്നോ യുവമോർച്ച എന്നോ യൂത്ത് ലീഗ് എന്നോ എന്നുള്ള വ്യത്യാസമില്ല. ഞാൻ ചോദിച്ചത്, ആദ്യമായിട്ടാണോ ഒരാളെ വീട് കയറി അഭിലാഷിന്റെ അറിവിൽ അങ്ങനെ അറസ്റ്റ് ചെയ്ത് നടന്നിട്ടില്ലേ? ആ ഘട്ടങ്ങളിലൊക്കെ അതിന്റെ പ്രാധാന്യത്തിൽ സമൂഹം ശ്രദ്ധിച്ചിട്ടില്ലേ? ഭീകരനെ പിടിക്കുന്ന പോലെ എന്നൊക്കെ മാതൃഭൂമി ചാനലിന്റെ ആള് പറയുമ്പോ അതെങ്ങനെ കെട്ടിരിക്കാൻ വേണ്ടി കഴിയുക? അല്ല, ആദ്യമായിട്ടാണോ കേരളത്തിൽ ഭാഗത്തുനിന്നൊക്കെ അത് ആർക്കെതിരെ ഉണ്ടായപ്പോഴും ചർച്ചയായിട്ടുണ്ട്. അതല്ലെങ്കിൽ അത് ആ നിലയ്ക്ക് പൊതുസമൂഹം ശ്രദ്ധിച്ചിട്ടുണ്ട്, ആ നിലയ്ക്ക് അത് വർത്തമാനമായിട്ടുണ്ട്.
എപ്പോഴാണ് ആകാത്തത്? ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല. എപ്പോഴാണ് ആകാത്തത്? അതൊക്കെ നിങ്ങൾ അങ്ങ് പറയാണ്. അല്ല, ഞാൻ പറയല്ല. ഉണ്ടായിട്ടില്ല. നമ്മുടേത് ഒരു ജനാധിപത്യ സമൂഹമാണ്. പാർട്ടികൾ മാറി മാറി അധികാരത്തിലെത്തിയേക്കാം. പക്ഷേ പോലീസിന്റെ ഭാഗത്ത് നിന്ന്, സ്റ്റേറ്റിന്റെ ഭാഗത്ത് നിന്ന്, ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് എക്സസ് ഉണ്ടാകുമ്പോൾ അത് പൊതുസമൂഹത്തിൽ ചർച്ചയാവും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, യൂത്ത് കോൺഗ്രസ് അങ്ങനെയാണ് എന്ന് താങ്കൾ പറയും, ഡിവൈഎഫ്ഐ ഇങ്ങനെയാണെന്ന് ജിൻഡോ പറയും. അത് നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങളാണ്. അതിപ്പോ എനിക്കതിൽ യാതൊരു കാര്യവും പറയാനുള്ള ഞാൻ കക്ഷിയുമല്ല. പക്ഷേ നമ്മളൊരു സമൂഹം എന്നുള്ള നിലയിൽ ജനാധിപത്യ മൂല്യങ്ങൾക്ക് നിരക്കാത്ത വിധത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അത് സ്വാഭാവികമായും പൊതുശ്രദ്ധയിലേക്ക് വരിക, മാധ്യമങ്ങളുടെ വിഷയമായി അത് വരിക. അത്രയേ ഉള്ളൂ. അത് മനസ്സിലാക്കിയാൽ മതി. ഇനി ജിൻഡോ, താങ്കൾക്ക് ഈ ഉയർത്തിയ ആരോപണങ്ങൾക്കൊക്കെ മറുപടി പറയാം, മറുപടി ഉണ്ടെങ്കിൽ. അല്ല അഭിലാഷ, ഞാൻ സനോജിൻ്റെ അഭിപ്രായം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് അവസാനിപ്പിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ആളുകളല്ല എന്ന് ഞാൻ വിശ്വസിക്കുക. ഈ പറയുന്ന അഭിപ്രായങ്ങളൊക്കെ ഇന്ന് വൈജ്ഞാനിക, അദ്ദേഹം കുറേ വാക്കുകൾ ഉപയോഗിച്ചു, വൈജ്ഞാനിക മേഖല, വികസനം, വിസ്ഫോടനം എന്നൊക്കെ. ആ കാലഘട്ടത്തിൽ നമ്മൾ ഇന്ന് പറയുന്ന വാക്കുകളൊക്കെ ഇനിയും ഒരുപാട് കാലം ആളുകൾ കാണും, കേൾക്കും. ഞാൻ പറയുന്നത് കേരളത്തിൽ തിരുവിതാംകൂറിൽ 1853 അടിമത്തം നിരോധിച്ചതാണ്. കൊച്ചിയിൽ 1855 അടിമത്തം അവസാനിപ്പിച്ച. കേരള ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം 1976 കേരളത്തിൽ അടിമത്ത സംവിധാനം, അടിമപ്പണി അവസാനിപ്പിച്ചതാണ്. പക്ഷേ കേരളത്തിൽ CPM-ന്റെ DYFയുടെ നേതാക്കന്മാരൊക്കെ പിണറായി വിജയൻ്റെ അടിമപ്പണി ചെയ്തുകൊണ്ടിരിക്കുക. ഒന്നുകിൽ ഈ ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള വലിയ രീതിയിലുള്ള കൃത്യവിലോപങ്ങൾ നടക്കുന്നു, അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നു എന്ന് അക്സെപ്റ്റ് ചെയ്യണം. അത് പറയാതെ ഞങ്ങളുടെ SFIയുടെ ജില്ലാ കമ്മിറ്റി അംഗത്തെ അറസ്റ്റ് ചെയ്തതിനെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം തന്നെ തുടങ്ങിയ ഒരു വാചകമാണ്. പക്ഷെ തിരിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറയുന്നില്ല. SFIക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ കൊല്ലത്തല്ലേ DYFയുടെ 2 ചെറുപ്പക്കാരെ, പ്രാദേശിക നേതാക്കന്മാരെ മയക്കുമരുന്ന് കേസിൽ ജാമ്യം എടുക്കാൻ ചെല്ലണമെന്ന് നിർബന്ധിച്ചതിൻ്റെ പേരിൽ, അതിന് തയ്യാറാകത്തതിൻ്റെ പേരിൽ സൈനികൻ ഉൾപ്പെടെയുള്ള ആളുകളെ തല്ലി ജയിലിലാക്കിയ പോലീസ് ഉള്ളത്. നിങ്ങൾക്ക് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിനെതിരെ ഒരു അഭിപ്രായം പറയാൻ പോലും ശേഷിയില്ലാതെ കഴിഞ്ഞ 7 വർഷക്കാലമായിട്ട് നിങ്ങൾ ഒളിവിലിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അടിമത്തത്തിൽ നിന്ന് പുറത്തു വരണം, DYFI അഭിപ്രായം പറയണം. നിങ്ങൾ മനുഷ്യ ചങ്ങല സംഘടിപ്പിക്കുന്നു. എന്താ നിങ്ങളുടെ മുദ്രാവാക്യം? നിങ്ങൾ കുറേ കാലം മുമ്പ് വനിതാ മതിൽ സംഘടിപ്പിച്ചില്ലേ? ആ വനിതാ മതിലിൽ ചാരി നിന്നിട്ടല്ലേ ഷൊർണൂരത്തെ PK ശശി എന്ന് പറഞ്ഞ MLA നിങ്ങളുടെ പാർട്ടിയുടെ വനിതാ സഖാവിനെതിരെ പീഡനം നടത്താൻ പോയത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാൻ പറ്റുമോ? അന്ന് നിങ്ങളുടെ നേതാക്കന്മാർ അന്വേഷണ കമ്മീഷനെ വെച്ചിട്ട് പറഞ്ഞത് ചെറിയ പീഡനമാണ്, പീഡനത്തിന്റെ തീവ്രത കുറവാണ്, തീവ്രത വളർത്തുന്ന യന്ത്രമുണ്ട് എന്നൊക്കെയല്ലേ പറഞ്ഞത്. പാർട്ടിക്ക് കോടതിയുണ്ട്, പോലീസ് സ്റ്റേഷനുണ്ട് എന്നൊക്കെയല്ലേ പറഞ്ഞത്. ഇനി എന്നെ കൊണ്ട് പറയിപ്പിക്കണോ? വെറുതെ പറയിപ്പിക്കണ്ട. ഞാൻ പറയാം. അല്ല, ഞാൻ പറയാം. എന്റെ അവസരമല്ലേ, ഞാൻ പറയട്ടെ. താങ്കളുടെ പ്രഭാഷണം നടത്തിയപ്പോൾ ഞാൻ കേട്ടിരുന്നില്ലേ? എന്റെ അവസരമല്ലേ, ഞാൻ പറയട്ടെ. ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ താങ്കൾക്കുള്ള എതിരഭിപ്രായങ്ങൾ പറഞ്ഞു. താങ്കൾ എന്റെ അഭിപ്രായം പറഞ്ഞതിന് ശേഷം താങ്കളുടെ അഭിപ്രായം പറയാം. സനോജ്, അങ്ങനെയാണല്ലോ നമ്മൾ പറയണ്ടേ? തോന്നിവാസം താങ്കൾ ഇത്ര നേരം ഇരുന്ന് പറഞ്ഞപ്പോൾ ഞാൻ കേട്ടില്ലേ? അപ്പോൾ താങ്കൾ ഞാൻ പറയുന്നതും കേൾക്കണം. അതല്ല ഇതിന്റെ ഒരു മര്യാദ, അതതിന്റെ ഒരു മര്യാദ. ഞാൻ ഇനി മറുപടി പറയട്ടെ. ഞാൻ പറയുന്ന മറുപടി താങ്കൾക്ക് രാഷ്ട്രീയമായിട്ടോ വ്യക്തിപരമായിട്ടോ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ, താങ്കൾക്ക് വ്യക്തിപരമായിട്ടോ രാഷ്ട്രീയമായിട്ടോ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ താങ്കൾ എന്നോട് പറയണം, എന്നോട് അതേക്കുറിച്ച് പറയണം. മറുപടി കൃത്യമായിട്ട് താങ്കൾ പറഞ്ഞു. കേരളത്തിൽ ഈ ചർച്ച കാണുന്ന മുഴുവൻ ആളുകളും കണ്ടിട്ടുണ്ട്, മുഴുവൻ ആളുകളും കണ്ടിട്ടുണ്ട്. സനോജ് വിഷമിക്കില്ലേ? അല്ല നിങ്ങൾ വ്യക്തിപരമായിട്ട് ഇടപെടാനായിട്ട് നിങ്ങൾക്ക് കാക്കിയിട്ടവനും കളസമിട്ടവനും അല്ലെങ്കിൽ സഫാരി ചൂട്ടിട്ടവനും ബനിയനിട്ടവനും ഒക്കെ ഉണ്ട്. എനിക്ക് അതൊന്നും ഇല്ല. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. എൻ്റെ പ്രസ്ഥാനം മാത്രമേ എൻ്റെ കൂടെ ഉള്ളൂ. എന്നെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നേരിടാം. പക്ഷേ അഭിപ്രായം പറയുമ്പോൾ എൻ്റെ അഭിപ്രായം കേട്ടിരിക്കാനുള്ള ജനാധിപത്യ മര്യാദ ആദ്യം കാണിക്കണം. ഇതാണല്ലോ നമ്മൾ മോദിക്കെതിരെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഒന്നിച്ച് മോദിക്കെതിരെ പറയുന്ന അതേ കാര്യം എൻ്റെ കാര്യത്തിലും നിങ്ങൾ സമ്മതിച്ചു തരണം. ഞാൻ ഇനി പറഞ്ഞു പൂർത്തിയാക്കട്ടെ. നിങ്ങൾ കേരളയിൽ വിരുദ്ധ സമരം എന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസിനെ അധിക്ഷേപിച്ചില്ലേ? കേരളയിൽ വേണമെന്ന് ആവശ്യപ്പെട്ട ആരെങ്കിലും ഉണ്ട് കേരളത്തിൽ? സജി ചെറിയാനും നിങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളല്ലാതെ ആർക്കെങ്കിലും വേണോ ഈ കേരളയിൽ? KSRTCക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റില്ല. 1 മാസത്തെ ശമ്പളം 2 പ്രാവശ്യമായിട്ട് 20-ാം തീയതിക്കകം കൊടുക്കാമെന്ന് പറയുന്ന കേരള ഗവൺമെന്റാണ് 2 ലക്ഷം രൂപയുടെ കേരളയിൽ കൊണ്ടുവരുമെന്ന് പറയുന്നത്. നാട്ടുകാർ വിശ്വസിക്കുക. സനോജെ, നിങ്ങൾ ആദ്യം ഇവിടെ പെൻഷൻ കൊടുക്ക്, നിങ്ങൾ ആദ്യം ശമ്പളം കൊടുക്ക്, എന്നിട്ട് കേരളയിൽ നടപ്പാക്കാൻ നോക്ക്. DYFIയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി പറയാ കേരളയിൽ നടപ്പാക്കാൻ പോവുകയാണെന്ന്. നാണമില്ലേ? ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്ക്, തൊഴിലുള്ളവന് ശമ്പളം കൊടുക്കാൻ വേണ്ടി DYFI ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞ 7 വർഷക്കാലമായിട്ട്? എന്നിട്ടാണ് കേരളയിലെ കുറിച്ച് പറയുന്നത്. പിന്നെ നിങ്ങൾ വൈജ്ഞാനിക രംഗത്തെ വികസനത്തിന്റെ വിസ്ഫോടനത്തെ കുറിച്ച് പറയുന്നു. ഇവിടത്തെ സ്വാശ്രയ വിദ്യാഭ്യാസ രംഗത്തെ മുഴുവൻ മുച്ചൂട് മുടിക്കാൻ വേണ്ടിയിട്ട് സമരം ചെയ്ത ആളുകളുടെ പേരെന്താ? DYFI എന്നല്ലേ? അല്ലേ? ഇന്ന് ആ പരിയാരത്തെ മെഡിക്കൽ കോളേജിന്റെ ഭരണസമിതിയിൽ ആരായിരിക്കുന്നത്? CPM-ന്റെ നേതാക്കന്മാരല്ലേ? എന്തിന്റെ
പേരില കൂത്തുപറമ്പിൽ 5 പേരെ നിങ്ങൾ രക്തസാക്ഷികളായിട്ട് ബലി കൊടുത്തത്? നിങ്ങൾ ഈ സമരം ചെയ്തതിന്റെ പേരിലല്ലേ? ഇന്ന് ഇതേ ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാർ ഇവിടുത്തെ മന്ത്രിസഭയിൽ ഇരിക്കുമ്പോൾ പി രാജീവിനെ പോലുള്ള ആളുകളൊക്കെ മന്ത്രിസഭയിൽ ഇരിക്കുമ്പോഴാണ് നിങ്ങൾ സ്വകാര്യ കോളേജുകൾ കൊണ്ടുവരുന്നു, സ്വകാര്യ യൂണിവേഴ്സിറ്റികളെ ക്ഷണിക്കുന്നു, അന്തർദേശീയ തലത്തിലുള്ള സ്വകാര്യ യൂണിവേഴ്സിറ്റികളെ കേരളത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നു എന്ന് പിണറായി വിജയൻ പറയുന്നത്. ഡിവൈഎഫ്ഐക്ക് ഒരു വാക്ക് പറയാനുണ്ടോ? എന്തിന്റെ പേരില ടി പി ശ്രീനിവാസന്റെ കാരണക്കുറ്റി അടിച്ചു പൊളിച്ചത് എസ്എഫ്ഐയുടെ നേതാക്കന്മാര്? എന്തിന്റെ പേരില? പറയണ്ടേ മറുപടി? നിങ്ങൾ ആ മനുഷ്യനോട്, ആ മഹാനായ മനുഷ്യനോട് നിങ്ങൾ ഒരു മാപ്പ് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ വിജ്ഞാന രംഗത്തെ വിസ്ഫോടനത്തെ കുറിച്ച് പറയുന്നു. ഡിവൈഎഫ്ഐക്ക് അർഹതയില്ലാത്ത വാക്കുകൾ ഇനിയെങ്കിലും ചർച്ചയിൽ പറയാൻ പാടില്ല. ശരി, ഓക്കെ. എനിക്കൊരു ഇടവേള അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങി ചർച്ചയിലേക്ക്. ശ്രീ സനോജ്, ഇപ്പോൾ നമുക്ക് പൊതുവായി എത്തിച്ചേരാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. ഇനി രാഹുലിന്റെ കാര്യം വിടൂ. SFI നേതാവായ സാന്ദ്രയെ എന്തിനാണ് പോലീസ് വീട്ടിൽ കയറി ഈ തരുണത്തിൽ ജനാധിപത്യ മൂല്യങ്ങൾക്ക് നിരക്കാത്ത വിധത്തിൽ അറസ്റ്റ് ചെയ്ത്? കേരള പോലീസാണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അല്ല നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകേണ്ടത്. നിയമപരമായ നിലയിൽ കുറെ കൂടി പരിഷ്കൃതമായ നിലയിൽ പൊതുപ്രവർത്തകരുമായി ബന്ധപ്പെടുന്ന കേസുകളൊക്കെ പോലീസ് ആ നിലയ്ക്കാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നൊരു പൊതു കൺസെൻസസിൽ എത്താമല്ലോ. അഭിലാഷേ, പോലീസിൽ വരുത്തേണ്ട പരിഷ്കരണം സംബന്ധിച്ച് ഇപ്പോഴെല്ലാം ചർച്ചയുണ്ട്. അതൊക്കെ കുറേ കാലമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ചയാണ്. അതിനനുസരിച്ച് ചില മാറ്റങ്ങൾ പോലീസിൽ വന്നിട്ടുണ്ട്, ഇനിയും മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. അത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ അറസ്റ്റിനെ മുൻനിർത്തി നടത്തേണ്ട ഒരു ചർച്ചയായിട്ട് ഞാൻ കാണുന്നില്ല. ഇപ്പം ഞാൻ സാന്ദ്രയുടെ കാര്യം ഇവിടെ പറഞ്ഞത്, സാന്ദ്ര എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ പുലർച്ചെ 4 മണിക്ക് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തപ്പോൾ ഉണരാത്ത മാധ്യമങ്ങൾ ഇപ്പോൾ രാഹുലിനെ അറസ്റ്റ് ചെയ്തപ്പോൾ വലിയ ധാർമ്മിക രോഷമായി ഇറങ്ങി എന്നത് സാന്ദർഭികമായി ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി. ആ സാന്ദ്രയുടെ അറസ്റ്റ് ആ തരുണത്തിൽ 4 മണിക്ക് ഒരു പെൺകുട്ടിയെ, ഒരു പൊതുപ്രവർത്തകയെ, ഒരു ലോ കോളേജ് വിദ്യാർത്ഥിനിയെ 4 മണിക്ക് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞില്ല. അപ്പൊ പോലീസ് സംവിധാനത്തിൽ വരുത്തേണ്ട പരിഷ്കാരം സംബന്ധിച്ച് നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്യണ്ടല്ലോ. അത് കുറെ കാലമായി നടക്കുന്ന ചർച്ചയാണ്. നമുക്ക് ആ ചർച്ച നമുക്ക് പിന്നെ തുടരാം. ഞാൻ അങ്ങനെയും സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ സംഭവത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടില്ല. നിങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യാൻ കാണിക്കുന്ന ആവേശം നിങ്ങൾ നേരത്തെ കാണിക്കണമായിരുന്നു. എന്നാൽ പിന്നെ സാന്ദ്രയെ അറസ്റ്റ് ചെയ്ത സമയത്ത് അഭിലാഷേ മാതൃഭൂമിയിൽ ചർച്ച സംഘടിപ്പിച്ചിട്ട് ഇതാ ഒരു പെൺകുട്ടി എങ്ങനെയൊക്കെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, പോലീസ് ചോദ്യം ചോദിക്കുന്നത് എന്തിനാ? ആയിക്കോട്ടെ, കേരള പോലീസ് എന്ന് പറഞ്ഞാലും ഏത് പോലീസ് ആയിക്കഴിഞ്ഞാലും പോലീസ് സംവിധാനം ഭരണകൂടത്തിന്റെ മർദ്ദന ഉപകരണമാണ്. അതാ ഞങ്ങളുടെ അത് സംബന്ധിച്ചുള്ള നിലപാട്. അത് ആര് പിണറായി വിജയന്റെ പോലീസ് എന്ന് പറയാൻ കഴിയില്ല. ഭരണകൂടം നരേന്ദ്രമോദിയുടേതാണ്, പിണറായി വിജയൻ്റെതല്ല. അതുപോട്ടെ, ഞാൻ പറഞ്ഞത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞല്ലോ, ഞാൻ വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥ എന്നൊക്കെ പറഞ്ഞപ്പോൾ മൂപ്പർക്കെന്തോ വലിയ ഹാലിളക്കമാണ്. പരിയാരം മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറയുന്നു, മറ്റതിനെ കുറിച്ച് പറയുന്നു. ഞാൻ പറഞ്ഞത് യൂത്ത് കോൺഗ്രസ് കേരളീയ സമൂഹത്തിൽ കേരളത്തിന്റെ മൊത്തത്തിലുള്ള മുന്നേറ്റത്തെ ദുർബലപ്പെടുത്തുന്ന ഇടപെടൽ മാത്രമാണ് സമീപകാലത്ത് ഇപ്പെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു കേരളയിൽ വിരുദ്ധ പ്രക്ഷോഭം ഇവർ നടത്തി. യഥാർത്ഥത്തിൽ കേരളത്തിലെ തൊഴിൽ പ്രശ്നത്തെ അഡ്രസ് ചെയ്യുന്ന ഏറ്റവും മഹത്തായ ഒരു വികസന മാതൃകയാണ് ആയിട്ടാണ് ആ പദ്ധതി മുന്നോട്ട് പോകുന്നത്, വിഭാവനം ചെയ്തത്. തകർത്ത് കളഞ്ഞില്ലേ? അതിനാവശ്യമായിട്ട് എന്തെങ്കിലും ഒരു സഹായകരമായ നിലപാട് സ്വീകരിച്ചോ? ഉദ്യോഗാർത്ഥികളോട്, ചെറുപ്പക്കാരോടെല്ലാം അടുത്ത ഘട്ടത്തിൽ അടുത്ത ദിവസങ്ങളിൽ ചർച്ചയായി. എന്റെ സമയം പൂർണ്ണമായും അതിക്രമിച്ചു. വളരെ നന്ദി ശ്രീ സനോജ്. ശ്രീ ജിൻഡോ ചർച്ചയിൽ പങ്കെടുത്തതിന്. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുകയാണ്. നമസ്കാരം.